ഓക്കെ സോ ഹായ് എവ്രി വൺ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ദറ്റ് ഇസ് ചാപ്റ്റർ 8 ലോ റിലേറ്റിംഗ് ടു എവിഡൻസ്. ഇതിനെ ഗവേൺ ചെയ്യുന്ന ആക്ട് ഏതാണെന്ന് വെച്ചാൽ ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇൻ ദി ഇയർ 1872 പാസ്ഡ് ഇൻ ദി ഇയർ 1872 പാസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ലോ റിലേറ്റിംഗ് ടു എവിഡൻസ് മെയിൻ ആയിട്ട് ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് എവിഡൻസ് ആക്ട്? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എവിഡൻസ് ആക്ട്? അപ്പം നോർമലി കോർട്സിൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയില്ലേ? തെളിവ്. അപ്പം നമുക്ക് എന്ത് സാധനവും കോർട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കോർട്ടിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, കോർട്ടിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള കുറച്ച് എവിഡൻസസ് ഉണ്ട്. അതിൻ്റെ ഏത് ഫോമിൽ അത് കൊടുത്താലാണ് അഡ്മിസിബിൾ ആവുക, ആര് കൊടുത്താലാണ് അഡ്മിസിബിൾ ആവുക, ആർക്കാണ് കൊടുക്കാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ ഗവേൺ ചെയ്യുന്ന കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ബേസിക് law relating to admissibility of proof of documents അല്ലെങ്കിൽ admissibility of evidence നെ ഗവേൺ ചെയ്യുന്ന ആക്ട് ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. Okay, so the law of evidence may be defined as a system of rules for ascertaining controverted questions of fact in judicial inquiries. അതായത് സത്യം, ട്രൂത്ത് ഡിനൈ ചെയ്യുന്ന ഏതൊരു ഫാക്റ്റും തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. ഇപ്പം വെറുതെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് വിശ്വസിക്കുമായിരിക്കും. പക്ഷെ അതേപോലെ ആർക്കും പോയിട്ട് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് വിശ്വസിക്കില്ല. കോർട്ടിനൊരു കാര്യം വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? തെളിവ് വേണം. അപ്പം സത്യത്തെ ഡിനൈ ചെയ്യുന്ന കോൺട്രവേർട്ടഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ഫാക്ട്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോടതിയിൽ കൊടുക്കാൻ പറ്റുന്ന എവിഡൻസസിനെ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പം എന്തൊക്കെയാണ് ഈ ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി? സോ ദി ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ. നമ്മൾ നേരത്തെ സിവിൽ പ്രൊസീജിയർ കോഡൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ അത് ജമ്മു ആൻഡ് കാശ്മീർ എക്സെംപ്റ്റഡ് ആയിരുന്നു അല്ലേ? സോ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു, പക്ഷേ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. It extends to the whole of India except Jammu and Kashmir and applies to all judicial proceedings. അപ്പം ഒരു കോടതി ജമ്മു ആൻഡ് കാശ്മീരിൽ ഈവൻ ദിസ് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ, ഇതും എക്സെംപ്റ്റഡ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിന്. അപ്പം ഇതിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിലും എന്ത് ആപ്ലിക്കബിൾ ആണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇനി ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ഇല്ലാത്ത ഏരിയാസ് എന്ന് പറയുന്നത് ഒരു ആർബിട്രേറ്ററിന്റെ മുന്നിൽ വരുന്ന പ്രൊസീഡിങ്സ്. ആർബിട്രേഷൻ എന്താണ്? ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് കോർട്ട് ഒരു ഓൾട്ടർനേറ്റീവ് വേ ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ് ആർബിട്രേഷൻ. രണ്ട് പാർട്ടീസ് ഒരു ആർബിട്രേറ്ററിന്റെ മുന്നിലിരുന്ന് അവരുടെ പ്രശ്നം രണ്ടുപേർക്കും അമിക്കബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ സെറ്റിൽ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ആർബിട്രേഷൻ. സോ ആർബിട്രേഷന് മുന്നിലുള്ള പ്രൊസീഡിങ്സിൽ എന്താ ആപ്ലിക്കബിൾ ആവില്ല? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആപ്ലിക്കബിൾ ആവില്ല. പിന്നെ കോർട്ട് മാർഷൽസ്, ഇന്ത്യൻ ആർമി ആക്ട്, ഇന്ത്യൻ നേവൽ ആക്ട്, അതേപോലെ തന്നെ എയർഫോഴ്സ് ആക്ട്, ഇതിൻ്റെ ഒക്കെ അടിയിൽ ഇവരുടെ ഓഫീസേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കോർട്ട് മാർഷൽസ് വെച്ചിട്ടാണ്. അപ്പോൾ കോർട്ട് മാർഷലിന്റെ പ്രൊസീഡിങ്സിൽ എന്ത് ആപ്ലിക്കബിൾ ആവില്ല? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആപ്ലിക്കബിൾ ആവില്ല. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ആപ്ലിക്കബിൾ ടു ദി അഫിഡവിറ്റ്സ് വിച്ച് ഇസ് പ്രസന്റഡ് ബിഫോർ കോർട്ട് ഓർ എൻ ഓഫീസർ. എന്താണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്? ഒരു സ്വോൺ സ്റ്റേറ്റ്മെന്റ്, അതാണ് അഫിഡവിറ്റ്. അങ്ങനെ ഒരു കോർട്ടിന്റെ ഒരു ജുഡീഷ്യൽ ഓഫീസറിന് മുന്നിൽ ഒരു കോർട്ടിന് മുന്നിൽ കൊടുക്കുന്ന അഫിഡവിറ്റ്സിൽ എന്ത് ആപ്ലിക്കബിൾ ആവില്ല? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആപ്ലിക്കബിൾ ആവില്ല. സോ ദി ആപ്ലിക്കബിലിറ്റി ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ആൻഡ് ഇറ്റ് ഡസൻറ്റ് അപ്ലൈ ടു ദി പ്രൊസീഡിങ്സ് ഓഫ് കോർട്ട് മാർഷൽസ്, ടു ദി പ്രൊസീഡിങ്സ് ബിഫോർ എൻ ആർബിട്രേറ്റർ ആൻഡ് ടു ദി അഫിഡവിറ്റ്സ് presented to a court or an officer. നെക്സ്റ്റ് ഇസ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്. എന്താണ് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്? സോ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്താണെന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അടിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സിവിൽ പ്രൊസീജിയർ കോഡ് പഠിച്ചു. അപ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 2 clause 1 ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്താന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പ്രൊസീഡിങ്സ് ഇൻ ദി ഇവന്റ് ഓഫ് വിച്ച് എവിഡൻസ് മേ ബി ടേക്കൺ ഓൺ ഓത്ത്. അപ്പം ഒരു ഓത്തിന്റെ മേലെ എവിഡൻസ് എടുക്കാൻ പറ്റുന്ന ഏതൊരു പ്രൊസീഡിങ്ങുമാണ് എന്ത്? ജുഡീഷ്യൽ പ്രൊസീഡിങ്. ഓത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഓത്ത് ഇസ് എ സ്വോൺ സ്റ്റേറ്റ്മെന്റ് ജനറലി ഇൻ ദി നെയിം ഓഫ് കോർട്ട്. ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, ദൈവം സാക്ഷിയായ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതൊരു ഓത്താണ്. അപ്പം അങ്ങനെ ഒരു ഓത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു എവിഡൻസ് എടുക്കാൻ പറ്റുന്ന
normal course of proceedings ആണ് in the judicial proceedings. However, income tax ആക്ടിന്റെ അടിയിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ അടിയിൽ ഇപ്പം ഓഫീസേഴ്സ് എടുക്കുന്ന പ്രൊസീഡിങ്സിനെ നമുക്ക് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് എൻ എക്സെംഷൻ. പിന്നെ ആർബിട്രേറ്റിന് മുന്നിലുള്ള പ്രൊസീഡിങ്സും ഇറ്റ് ഈസ് നോട്ട് എ ജുഡീഷ്യൽ പ്രൊസീഡിങ്. സോ നെക്സ്റ്റ് ഇസ് ദ മീനിങ് ഓഫ് എവിഡൻസ് ആസ് പെർ ദി ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് ഇൻ ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ ക്ലോസിന്റെ അടിയിൽ വരുന്ന എവിഡൻസിന്റെ മീനിങ് എന്താണ്? സോ ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ്. ദ സെക്ഷൻ യൂസസ് ദി വേർഡ്സ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടു ടൈപ്പ് ഓഫ് എവിഡൻസ്. That means that is oral evidence and documentary evidence. അപ്പം ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ത്രൂ ഔട്ടിൽ ഓരോ ഡെഫിനേഷനിലും ചില സ്ഥലങ്ങളിൽ മീൻസ് എന്ന് പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇൻക്ലൂഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മീൻസിൻ്റെയും ഇൻക്ലൂഡിൻ്റെയും ഡിഫറൻസ് എന്താ? മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ പറയുന്ന കാര്യങ്ങളും വരും, അത് കൂടാതെ വേറെ കാര്യങ്ങളും വരും. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സ്പെസിഫിക് ആയിട്ട് പറയുന്ന ആ കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് വരുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ രണ്ട് ടൈപ്പ് ഓഫ് എവിഡൻസ് വരുന്നുണ്ട്. ഒന്ന് ഓറൽ എവിഡൻസും സെക്കൻഡ് വൺ ഇസ് ഡോക്യുമെന്ററി എവിഡൻസ്. ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഓറലായിട്ട് കൊടുക്കുന്ന എവിഡൻസ് ആണ് ഓറൽ എവിഡൻസ്. ഒരു ഡോക്യുമെന്റ് കൊടുത്ത് ഡോക്യുമെന്റ് ബേസിൽ കൊടുക്കുന്ന എവിഡൻസ് ആണ് ഡോക്യുമെന്ററി എവിഡൻസ്. നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ലേറ്റർ വിൽ ഡിസ്കസ്. സോ വാട്ട് ഈസ് ഓറൽ എവിഡൻസ്? ഓറൽ എവിഡൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? അപ്പം ഒരു കോർട്ട് പെർമിറ്റ് ചെയ്യാൻ അതിൻ്റെ മുന്നിൽ അലൗ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ മേക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ത്? ഓറൽ എവിഡൻസ്. ഓൾ ദി സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് എ കോർട്ട് പെർമിറ്റ്സ് ടു മേക്ക് ബിഫോർ ഇറ്റ്. നെക്സ്റ്റ് ഇസ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ ടു ബി മെയ്ഡ് ബൈ ദി വിറ്റ്നസസ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആരാണ്? വിറ്റ്നസസ് ആണ്. ഒരു കോർട്ട് എപ്പോഴും ഒരാളെ എക്സാമിൻ ചെയ്യുമ്പോൾ അവരെ കോർട്ട് വിറ്റ്നസ് ആയിട്ടാണ് എക്സാമിൻ ചെയ്യുക. അപ്പം ഈ വിറ്റ്നസസ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് ആരാണ് കൊടുക്കേണ്ടത്? വിറ്റ്നസസ് ആണ് കൊടുക്കേണ്ടത്. ദ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി റിലേറ്റഡ് ടു എ മാറ്റർ ഓഫ് ആക്ട് അണ്ടർ ഇൻക്വയറി. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട്, ഇപ്പം ഒരു മർഡർ കേസ് ആണെങ്കിൽ അപ്പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു മർഡർ കേസ് എന്ന് വിചാരിച്ചോ, അപ്പം ഒരു മർഡർ കേസിന് ഇപ്പം നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ഉണ്ടാക്കിയ ഒരു അടീൻ്റെ എവിഡൻസ് കൊണ്ട് ആ മർഡർ കേസിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ മർഡർ കേസിലെ ഫാക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കണം ആ മർഡർ കേസിൽ കൊടുക്കേണ്ടത്. ഓക്കെ. സോ നെക്സ്റ്റ് ഇസ് ഡോക്യുമെന്ററി എവിഡൻസസ്. സോ ഓൾ ദി ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ മാത്രമല്ല അല്ലെങ്കിൽ ഈ ബുക്ക് മാത്രമല്ല ഡോക്യുമെന്റ്. നമുക്ക് ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സും ഉണ്ട്. അത് സെക്ഷൻ 65(b) അടിയിൽ സർട്ടൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അഗൈൻ വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ലേറ്റർ. സോ ഓൾ ദി ഡോക്യുമെന്റ്സ് including electronic documents produced for the inspection, ഒരു കോർട്ടിന്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന all kind of documents can be considered as documentary evidence. So what are the different types of evidence? So proof of facts by oral evidence. Section 59 provides that all facts except the contents of documents or electronic records may be proved by oral evidence. Further, Section 60 mandates oral evidence must in all cases be direct. അപ്പോൾ ഡോക്യുമെന്റിന്റെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ ഇലക്ട്രോണിക് റെക്കോർഡിന്റെ ആവശ്യമില്ലാതെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡോക്യുമെന്റ്സും അക്കോർഡിംഗ് ടു സെക്ഷൻ 59 ഇസ് ടു ബി പ്രൂവ്ഡ് ബൈ ഓറൽ എവിഡൻസ്. ഓറൽ എവിഡൻസ് വഴിയാണ് ബാക്കി എല്ലാ എവിഡൻസും പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ദാറ്റ് ഈസ് ഡെൽറ്റ് അണ്ടർ സെക്ഷൻ 59. Now section 60 mandates that all the oral evidence must be direct. അതായത് ആ ഓറൽ എവിഡൻസ് അത് ഡയറക്റ്റായിട്ട് പെർസീവ് ചെയ്ത, അത് ഡയറക്റ്റായിട്ട് കേൾക്കുക കാണുക ചെയ്ത ആൾക്കേ അത് പോയി പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു കാര്യം കണ്ടു, അത് ഞാൻ വേറൊരാളോട് പറഞ്ഞു, ആ ആളല്ല പോയിട്ട് ഓറൽ എവിഡൻസ് കൊടുക്കേണ്ടത്. ഞാനാണ് കണ്ടതെങ്കിൽ ഞാനാണ് പോയിട്ട് ഓറൽ എവിഡൻസ് കൊടുക്കേണ്ടത്. അതിന് വളരെ വളരെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മെറ്റീരിയൽ അത് പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡെത്ത് ഡിക്ലറേഷൻ ഒക്കെ ആണെങ്കിൽ മരിച്ചുപോയ ഒരാൾ പറഞ്ഞൊരു കാര്യം ഒക്കെ പോയിട്ട് ഇപ്പം മരിച്ചാക്കുമെന്ന് നേരിട്ട് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പം അയാളുടെ ബിഹാഫിൽ ഈ ഡൈയിങ് ഡിക്ലറേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു എക്സെംഷൻ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ മെറ്റീരിയൽ കവർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കേണ്ട. പക്ഷെ as a rule of law all of the oral evidences must be direct. അത് പെർസീവ് ചെയ്ത ആൾ തന്നെയാണ് അതുകൊണ്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് പ്രൂഫ് ഓഫ് കണ്ടന്റ്സ് ഓഫ് ഡോക്യുമെന്റ്സ്. സെക്ഷൻ 61 states that the contents of documents may be proved either by primary or secondary evidence. Primary evidence അതായത് ഇപ്പം നമ്മൾ ഓറൽ എവിഡൻസിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ഡോക്യുമെന്ററി എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസ് എന്താ? ഡോക്യുമെന്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ്സ് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യുന്ന എവിഡൻസ് ആണ് ഡോക്യുമെന്ററി എവിഡൻസ്. അപ്പം
ഡോക്യുമെന്ററി എവിഡൻസിൽ തന്നെ ഡോക്യുമെന്ററി എവിഡൻസ് എപ്പോഴും പ്രൈമറി എവിഡൻസോ അല്ലെങ്കിൽ സെക്കൻഡറി എവിഡൻസോ കൊണ്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൈമറി എവിഡൻസ് ഉള്ള സമയങ്ങളിൽ എപ്പോഴും പ്രൈമറി എവിഡൻസും, ഇൻ ദി ഇവന്റ് ഓഫ് വിച്ച് പ്രൈമറി എവിഡൻസ് ഇസ് നോട്ട് അവൈലബിൾ യു കെൻ യൂസ് സെക്കൻഡറി എവിഡൻസ്. അപ്പോൾ പ്രൈമറി എവിഡൻസ് എന്താ? ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് പ്രൈമറി എവിഡൻസ്. ഓക്കെ, അതിന്റെ ഇനിയിപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഈ സാധനം കിട്ടിയിട്ടില്ല, ചില കേസുകളിൽ എപ്പോഴും നമുക്ക് ഒറിജിനൽ എടുത്തുകൊണ്ട് വരാൻ പറ്റണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഓടി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒറിജിനൽ തരില്ല. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് അവിടുത്തെ ഓഫീസർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു കോപ്പി തരും. അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോപ്പീസ് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പീസ് എല്ലാം, വെറുതെ ഒരു ഫോട്ടോ കോപ്പി നമുക്ക് കോടതിയിൽ അല്ലെങ്കിൽ കോർട്ടിൽ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കോർട്ടിൽ അഡ്മിസിബിൾ, അതായത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കോപ്പീസ്, ശരിക്കും ഒറിജിനൽ എക്സ്ട്രാക്ട് ചെയ്ത കോപ്പീസ്, അതൊക്കെയാണ് എന്ത്? സെക്കൻഡറി എവിഡൻസ്. അപ്പോൾ പ്രൈമറി എവിഡൻസ് ഉള്ള കേസുകളിലെല്ലാം പ്രൈമറി എവിഡൻസ് വെച്ചും പ്രൈമറി എവിഡൻസ് ഇല്ലാത്ത കേസുകളിൽ സെക്കൻഡറി എവിഡൻസും വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡോക്യുമെന്ററി എവിഡൻസ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എവിഡൻസ് റിലേറ്റിംഗ് ടു ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ദി കണ്ടന്റ്സ് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് may also be provided before the court or may be produced before the court, provided that it is to satisfy certain conditions enumerated under Section 65B of the Indian Evidence Act. Indian Evidence Act Section 65B ആണ് ഇലക്ട്രോണിക് റെക്കോർഡ്സിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പം ഇലക്ട്രോണിക് റെക്കോർഡ്സും നമുക്ക് എന്ത് ചെയ്യാം? ഡോക്യുമെന്റ്സ് പ്രൂവ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പം പക്ഷെ അത് Section 65B എല്ലാ കണ്ടീഷൻസും കംപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം ആ ഇലക്ട്രോണിക് റെക്കോർഡ്സ് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, കീപ്പ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. സോ നെക്സ്റ്റ് ഇസ് ദ സ്കീം ഓഫ് ദി ആക്ട്. അപ്പം ആക്ട് മെയിൻ ആയിട്ട് 3 പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. പാർട്ട് 1 ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം, പാർട്ട് 2 ചാപ്റ്റർ 3 ടു ചാപ്റ്റർ 4ഉം, പാർട്ട് 5 ചാപ്റ്റർ 8 ടു ചാപ്റ്റർ 8ഉം ചാപ്റ്റർ 9ഉം ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ എന്തൊക്കെയാണ് ചാപ്റ്റർ 1ന്റെ അടിയിൽ? ചാപ്റ്റർ 1ന്റെ അടിയിൽ സെക്ഷൻ 1 to 4ഉം ചാപ്റ്റർ 2ന്റെ അടിയിൽ സെക്ഷൻ 5 to 55 ആണ് വരിക. നെക്സ്റ്റ് ചാപ്റ്റർ 3ന്റെ അടിയിൽ 56 to 100ഉം ചാപ്റ്റർ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നത് 101 to 167 ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ പറയാം റെലവൻസി ഓഫ് ഫാക്ട്സ് എന്ന്. നമ്മളിനി ഫർദർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ചാപ്റ്ററിനെ റെലവൻസി ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നതെന്ന്. സോ കുറെ നമ്മളിനി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടേമാണ് ഫാക്ട് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് മാത്രമേ നമുക്ക് കോടതിന്റെ മുന്നിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റെലവെന്റ് അല്ലാത്തൊരു ഫാക്ട് അല്ലെങ്കിൽ റെലവെന്റ് അല്ലാത്തൊരു ഫാക്ട് കോർട്ട് അഡ്മിറ്റ് ചെയ്യില്ല. അപ്പം കോർട്ട് എപ്പോഴും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഫാക്ട് അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിരിക്കണം. സോ ബിഫോർ ദാറ്റ് വിൽ സി വാട്ട് എ ഫാക്ട് ഈസ്. ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ സെക്ഷൻ 3 ഓഫ് ദി ആക്ട് ഡിഫൈൻസ് ഫാക്ട്. അപ്പം ഫാക്ട് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. ഇവിടെ നോക്ക്, മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഇത് കൂടാതെ വേറെ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരാം. So fact means anything, state of things or relation of things capable of being perceived by the senses. അപ്പം എന്ത് കാര്യവും, ഒന്നെങ്കിൽ കാര്യം അല്ലെങ്കിൽ ആ കാര്യത്തിന്റെ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ ഈ 5 സെൻസസ് കൊണ്ട് നമുക്ക് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ അറിയാനോ പറ്റുന്ന, നമ്മുടെ സെൻസസ് കൊണ്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന എന്തൊരു കാര്യമോ അല്ലെങ്കിൽ ആ കാര്യങ്ങളുടെ അവസ്ഥയോ ഇറ്റ് ഈസ് എ ഫാക്ട്. അതൊരു ഫാക്റ്റാണ്. പിന്നെ എനി മെന്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് എ പേഴ്സൺ ഇസ് കോൺഷ്യസ്. വേറൊരാളുടെ ഒരു അവെയർ ആയിട്ടുള്ള, ഇഫ് എ പേഴ്സൺ ഇസ് അവെയർ ഓഫ് എൻ അതർ പേഴ്സൺസ് മെന്റൽ കണ്ടീഷൻ, അത് ദാറ്റ് ഈസ് ഓൾസോ എ ഫാക്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഐ എം ടെല്ലിങ് ദാറ്റ് അതർ പേഴ്സൺ ഇസ് ഓഫ് എൻ അൺസൗണ്ട് മൈൻഡ്. അയാള് ഭ്രാന്തനാന്ന് ഞാൻ പറയാണ്. ഇപ്പം ഐ എം ടെല്ലിങ് ദാറ്റ് പേഴ്സൺ ഇസ് വെരി സ്കേർഡ്, ദാറ്റ് പേഴ്സൺ ഇസ് ടു സ്കേർഡ്. അല്ലെങ്കിൽ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ഹി വാസ് വെരി ഷോക്ക്ഡ് എന്ന് ഞാൻ പറയുകയാണ്, അയാൾ പേടിച്ചിരണ്ടിരിക്കുമായിരുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഫാക്ട്. സോ ദാറ്റ് ഇസ് എ മെന്റൽ കണ്ടീഷൻ ഓഫ് എൻ അതർ പേഴ്സൺ ദാറ്റ് ഐ എം അവെയർ ഓഫ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾസോ എ ഫാക്ട്. സോ ദസ് ഫാക്ട്സ് ആർ divided into physical facts and psychological facts. Physical facts ആവാം, psychological facts ആവാം. So illustration പറയാം. So there are certain objects arranged in certain order in a certain place. ഇപ്പം ഞാൻ എന്താ ഈ പെന്ന്
ഈ മൊബൈല്, ഈ ഡസ്റ്റ്, ഈ 3 സാധനം ഒരു ഓർഡറിൽ ഇവിടെ അറേഞ്ച് വെച്ചു. ദിസ് ഇസ് എ ഫാക്ട്. ഒരാൾ ഒരു കാര്യം കാണുക കേൾക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞു, അതൊരു ഫാക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അടി നടന്നു, ആ അടി കഴിഞ്ഞിട്ട് ആ കുട്ടി ആകെ പേടിച്ചിരണ്ടിരിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ദാറ്റ് ഈസ് ഓൾസോ എ ഫാക്ട്. അത് റെലവെൻ്റ് ആണെങ്കിൽ, അത് ഈ അടിയിനോട് ആ ഒരു കാര്യം റെലവെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ റെലവെൻ്റ് ഫാക്ട്. അത് എങ്ങനെയാണെന്നുള്ളത് കാര്യം നമുക്ക് വിൽ ഡിസ്കസ്. സോ Next is relevant fact. What is a relevant fact? One fact is said to be relevant to another when the one is connected with the other in any of the ways referred to the provisions of this act relating to the relevancy of facts. നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് റെലവൻസി ഓഫ് ഫാക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പം ഒരു ഫാക്ട് വേറൊരു ഫാക്ടിനോട് ഏതെങ്കിലും രീതിയിൽ ഇനി പറയുന്ന സെക്ഷൻസിൽ ഉള്ള രീതിയിൽ കണക്റ്റഡ് ആണെങ്കിൽ അപ്പം ദാറ്റ് ഈസ് കോൾഡ് എ റെലവൻറ്റ് ഫാക്ട്. Okay, so if when one fact is in any way connected to the other fact in ways referred to in the provisions of act as under relevancy of fact ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വഴിയിൽ ഒരു ഫാക്ട് വേറൊരു ഫാക്ടിനോട് കണക്റ്റഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ടു ബി കൺസിഡർഡ് ആസ് എ റെലവൻറ്റ് ഫാക്ട്. സോ വേർ ഇൻ എ കേസ് ഡയറക്റ്റ് എവിഡൻസ് ഇസ് നോട്ട് അവൈലബിൾ ടു പ്രൂവ് എ ഫാക്ട് ഇൻ ഇഷ്യൂ, then it may be proved by circumstantial evidence. And in such a case, every piece of circumstantial evidence would be an instance of relevant fact. അപ്പം ഒരു കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് കിട്ടിയില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഫാക്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ എവിഡൻസും നമുക്ക് കൺസിഡർ ചെയ്യാം. കേട്ടിട്ടില്ലേ സാഹചര്യ തെളിവുകൾ? ഇപ്പം ശരിക്കും ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് അയാളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു DNA സാമ്പിളോ അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച അയാളുടെ ഒരു ഷർട്ടോ അല്ലെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും കൊണ്ടിടാം. പക്ഷെ അങ്ങനെ നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടില്ലേ, ഡയറക്റ്റ് ആയിട്ടുള്ള അതായത് ഈ എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് കൊന്നത് എ ആണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കി സാഹചര്യ തെളിവുകളൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റുവാണെങ്കിൽ ഓൾ ഓഫ് ദാറ്റ് എവിഡൻസ് ഇസ് ടു ബി കൺസിഡേർഡ്. മനസ്സിലായോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാൾ ആ ദിവസം ഇതിലൂടെ പോയൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു CCTV ഫുട്ടേജ് കിട്ടി, അയാൾ ആ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷൻ കിട്ടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഇതൊരു റൗണ്ടിൽ ഇതിനോട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ all of that circumstantial evidences is to be considered. So relevant facts are those which help in proving the fact in issue. അപ്പം ഏതാണോ ഫാക്ട് ഇൻ ഇഷ്യൂ, അപ്പം അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഫാക്ട്സും ആ ഫാക്ട് ഇൻ ഇഷ്യൂനോട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും റെലവൻറ്റ് ഫാക്ട്സ് ആയിരിക്കും. അപ്പം എന്താണ് ഫാക്ട് ഇൻ ഇഷ്യൂ? ഇപ്പം എ ബീനെ കൊന്നു എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് ഫാക്ട് ഇൻ ഇഷ്യൂ? ബി മരിച്ചോ? വാസ് ബി മർഡേഡ്? ബീനെ കൊന്നതാണോ? ദാറ്റ് ഈസ് എ ഫാക്ട് ഇൻ ഇഷ്യൂ. ഡിഡ് എ മർഡർ ബി? എ ആണോ ബീനെ കൊന്നത്? സോ ബോത്ത് ഓഫ് ദിസ് ആർ ഫാക്ട്സ് ഇൻ ഇഷ്യൂ ഈ ഒരു കേസിൽ. So next is logical relevancy and legal relevancy. Okay, a fact is said to be logically relevant to another when it bears such causal relation with the other as to render probably the existence or non-existence of latter. അപ്പം ഒരു ഫാക്ട് എപ്പോഴാണ് ലോജിക്കലി റെലവൻറ്റ് ടു അനദർ എന്ന് പറയാം? അപ്പം ഒരു ഫാക്റ്റിന് മറ്റൊരു ഫാക്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു കാഷ്വൽ കണക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഒരു കാഷ്വൽ കണക്ഷൻ്റെ ബേസിൽ ഈ രണ്ടാമത് പറയുന്ന ഈ ലാറ്റർ ഫാക്റ്റിൻ്റെ ഒന്നെങ്കിൽ ഇതിൻ്റെ എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റൻസോ പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദ ഫസ്റ്റ് ഫാക്ട് ഇസ് ലോജിക്കലി റെലവൻറ്റ് ടു ദി സെക്കൻഡ് ഫാക്ട്. ഫോർ എക്സാമ്പിൾ അല്ല, ലോജിക്കൽ എക്സിസ്റ്റൻസോ, അതായത് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല എന്ന് ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു റിലേഷൻ ഇവർ തമ്മിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ കൊണ്ട് പ്രൂവ് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ it is said to be a logically relevant fact. All facts which are logically relevant necessarily need not be a legally relevant fact. Logically relevant ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും ഇപ്പോൾ കോർട്ടിൽ അഡ്മിസിബിൾ ആവണമെന്നില്ല. കോർട്ടിൽ അഡ്മിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അതൊരു ലീഗലി റെലവൻറ്റ് ഫാക്റ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഒരു പോലീസ് ഓഫീസറിനോട് ഒരു അക്യൂസ്ഡ് നടത്തുന്ന കൺഫെഷൻ എന്ന് പറയുന്നത് അത് ചിലപ്പം നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമായിരിക്കും. പക്ഷെ പോലീസ് ഓഫീസറിനോട് നടത്തിയ ഒരു കൺഫെഷൻ ഒരിക്കലും ഒരു ലീഗലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് അല്ല. കൺഫെഷൻ എപ്പോഴും റെലവൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് മജിസ്ട്രേറ്റിനോട്
നടത്തുമ്പോഴാണ് ആ കൺഫെഷൻ എന്താവുക, അത് ലീഗലി റെലവെന്റ് ആവുള്ളൂ. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലീസുകാരെ ഇടിച്ചു പിഴിച്ച് സത്യം പറയിപ്പിക്കുക, അങ്ങനെയല്ല. പോലീസുകാരെ ഇടിച്ചു പിഴിപ്പിച്ച് സത്യം പറയും, പോലീസുകാർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത റിപ്പോർട്ട് ഫയൽ ചെയ്യാം. അതല്ലാതെ പോലീസുകാരോട് പറഞ്ഞ സത്യത്തിന്റെ പേരിൽ ഒരാളെയും ഒരിക്കലും തൂക്കിക്കൊള്ളാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരാളെ ഒരിക്കലും ജയിലിലേക്ക് ഇടാൻ പറ്റില്ല. അത് പ്രൂവ് ചെയ്യേണ്ടത്, അത് ബോധ്യപ്പെടേണ്ടത് കോടതിക്കാണ്. അപ്പം കോടതിക്ക് ലോജിക്കലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഒരിക്കലും ലീഗലി റെലവെന്റ് ആവണമെന്നില്ല. കോർട്ടിന് അഡ്മിസിബിൾ ആയിട്ട് തോന്നുന്ന ഫാക്ട്സേ എന്താവുള്ളൂ, ലീഗലി റെലവെന്റ് ആവുള്ളൂ. ഓഫ് കോഴ്സ് എവറി ഫാക്ട് ലീഗലി, അപ്പോൾ ലീഗലി റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും എന്തായിരിക്കും, ലോജിക്കലി റെലവെന്റ് ആയിരിക്കും. പക്ഷെ ലോജിക്കലി റെലവെന്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും എന്താവണമെന്നില്ല, ലീഗലി റെലവെന്റ് ആവണമെന്നില്ല. A judge might in ordinary transaction take one fact as evidence of another and act upon himself, when in court he may rule that it was legally relevant. അപ്പം ജഡ്ജ് ഇപ്പം ഒരു ട്രാൻസാക്ഷനിൽ ഒരു ഫാക്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജഡ്ജ് ഒരു കേസിൽ ഒരു ഫാക്ട് ചിലപ്പോൾ മറ്റൊരു ഫാക്ടിനോട് റെലവെന്റ് ആണെന്ന് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് പ്രൂവ് ചെയ്യിക്കാനായിട്ട് പറഞ്ഞേക്കാം. പക്ഷെ മൊത്തത്തിൽ കോർട്ട് അത് കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ലീഗലി റിലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിട്ട് തള്ളിപ്പോവാൻ ചെയ്യാം. See, all of these things can happen. So at the end of the day, what matters is what has been admitted before the court of law. എന്താണ് കോർട്ട് ഓഫ് ലോന്റെ മുന്നിൽ അഡ്മിറ്റഡ് ആവുന്നത്, അതിനാണ് വാട്ട് എന്തുള്ളത്, വാലിഡിറ്റി ഉള്ളത്. So and he may exclude facts although logically irrelevant if they appear him to remote to be treated really material to the issue. ചിലപ്പോൾ ലോജിക്കലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിരിക്കാം, അതെന്ത് ചെയ്യാം, ജഡ്ജിന് തള്ളിക്കളയാം. അതിപ്പം നമ്മുടെ ഈ ഒരു കയ്യിലുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനോട് അത്ര അടുത്തൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണെന്ന് ജഡ്ജിന് തോന്നുകയാണെങ്കിൽ, അതിപ്പോൾ ലോജിക്കലി റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ജഡ്ജിന് എന്ത് ചെയ്യാം, ഹി കെൻ എക്സ്ക്ലൂഡ് ദാറ്റ് ഫാക്ട്. ഓക്കെ, so next is legal relevancy and admissibility. Relevancy and admissibility are not coextensive or interchangeable terms. അപ്പം അഡ്മിസിബിലിറ്റിയും റെലവൻസിയും എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഒരു കാര്യം റെലവെന്റ് ആയിരിക്കും, പക്ഷെ അത് അഡ്മിസിബിൾ ആവണമെന്നില്ല. Next is a fact may be legally relevant, yet its conception in evidence may be prohibited on grounds of public policy or on some other ground. അപ്പം ചില ഫാക്ട്സ് എന്ന് പറയുന്നത് ലീഗലി റെലവെന്റ് ആവാം, പക്ഷെ ആ ലീഗലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഇപ്പോൾ അല്ലെങ്കിൽ ലീഗലി റെലവെന്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇപ്പം പബ്ലിക് ഇൻട്രസ്റ്റിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗ്രൗണ്ട് കൊണ്ടൊക്കെയോ അത് അഡ്മിസിബിൾ ആവാതിരിക്കാം. Okay, so similarly every admissible fact is not necessarily relevant. The 10th chapter of the act makes a number of facts receivable evidence, but these facts are not relevant under the second chapter alone, which defines relevancy. ഓക്കെ, അതേപോലെ തന്നെ അഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും, കോർട്ട് അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ട്സും ചിലപ്പോൾ റെലവെന്റ് ആവണമെന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10th ചാപ്റ്ററിൻ്റെ അടിയിൽ റിസീവബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസിൽ റിസീവബിൾ ആയിട്ടുള്ള കുറേ ഫാക്ട്സിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ആ 10th ചാപ്റ്ററിൻ്റെ അടിയിൽ വരുന്ന ആ ഫാക്ട്സ് ഒക്കെ ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അടിയിൽ ഈ റെലവൻസിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ആവേണ്ട കാര്യങ്ങളാവണമെന്നില്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊന്നും ഒത്തിരി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഫാക്ട്സ് ഇൻ ഇഷ്യൂ. According to section 3, the expression facts in issue means and includes any fact from which either by itself or in connection with other facts the existence, non-existent, nature or extent of any right, liability or disability asserted or denied in any suit proceedings necessarily follows. അപ്പം ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇഷ്യൂവിലുള്ള അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക, അതിൽ ഡിറ്റർമൈൻ ചെയ്യേണ്ട മാറ്റർ അല്ലെങ്കിൽ അതിൽ പ്രൂവ് ചെയ്യേണ്ട മാറ്ററാണ് എന്ത്, ഫാക്ട് ഇൻ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഒരു ഫാക്ട് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഫാക്ട് ഇൻ ഇഷ്യൂ ഒറ്റയ്ക്കായിട്ട്, അല്ലെങ്കിൽ ആ ഫാക്ട് ഇൻ ഇഷ്യൂ മറ്റ് റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സിനോട് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു റൈറ്റോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അസേർട്ട് ചെയ്യോ അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കാര്യം ഇതല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് എ ഫാക്ട് ഇൻ ഇഷ്യൂ. അപ്പം നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ഒരു ഇലസ്ട്രേഷൻ നോക്കാം. അപ്പം എ ഇസ് അക്യൂസ്ഡ് ഓഫ് മർഡറിങ് ബി. ഇപ്പം ബിന്റെ കൊലപാതകത്തിന് എനെ ഇപ്പം അക്യൂസ്ഡ് ആയിട്ട് നിർത്തിയിരിക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്തൊക്കെയാണ്, അതായത് എ ആണ് ബീന്റെ ഡെത്ത്, എ ആണല്ലോ ഇപ്പൊ അക്യൂസ്ഡ്, നിലവിൽ അക്യൂസ്ഡ് ഇപ്പം എ ആണല്ലോ. അപ്പം എ ആണോ ബീന്റെ ഡെത്തില് ഇഫ്
A is the accused. If A has intended to cause B's death, ബീന്റെ ഡെത്ത് ഉണ്ടാവാനായിട്ട് എക്ക് ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നോ? ഇപ്പം എ ഹാസ് ഡിസീവ്ഡ്, അപ്പം ബീനെ കൊല്ലാനായിട്ട് എക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഗ്രേവ് അല്ലെങ്കിൽ ഒരു സഡൻ പ്രൊവോക്കേഷൻ, ഇപ്പൊ പെട്ടെന്ന് ബി എന്തെങ്കിലും ഇപ്പം ഞാനും വേറൊരാളും, അപ്പം ഞാൻ അയാളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അയാൾക്ക് അത്രയും പ്രൊവോക്ഡ് ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ ക്ഷമ നരച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ഒരു സാധനം എടുത്തിട്ട് തലക്കെട്ടടിച്ചു. അപ്പം എനിക്കെന്തെങ്കിലും പറ്റി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ അയാളെ എത്രയും പ്രൊവോക്ക് ചെയ്ത്, അതേപോലെ ബീന്റെ മേർഡറിൽ എന്തെങ്കിലും ഒരു ഗ്രേവ് പ്രൊവോക്കേഷൻ എക്ക് ഉണ്ടായിട്ടുണ്ടോ? At the time of doing the act which caused B's death was by reason of unsoundness of mind, incapable of knowing its nature. അപ്പം എ ബീന്റെ കൊല നടത്തുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ ഒരു മെന്റൽ ഇൻസാനിറ്റി കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഈ ഒരു കാര്യത്തിന്റെ നേച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സിവിയറിറ്റിയോ അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസസോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നോ ബി എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. മെന്റലി ഇൻസെയിൻ ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പം അയാളെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമോ? ഇല്ല. ജയിലിലിടാൻ പറ്റുമെന്നല്ല, ജയിലിലിടാൻ പറ്റില്ല, അങ്ങനെയല്ല. വെറുതെ മെന്റലി ഇൻസാനിറ്റി അഭിനയിച്ച നമുക്ക് ഊരി പോരാന്നല്ല, പക്ഷെ മെന്റലി ഇൻസെയിൻ ആയിട്ടുള്ള പേഴ്സണിന് എന്താ ലോയിന്റെ അടിയിൽ ഒരു എക്സെംഷൻ ഉണ്ട്, ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പം അയാൾക്ക് അയാൾ ചെയ്ത ആക്ടിന്റെ കോൺസിക്വൻസസും നേച്ചറും മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെന്ന കാര്യം കോർട്ട് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. A fact and issue is called as principal fact to be proved or factum probandum. അപ്പം fact and issue എന്താ? അതാണ് principal fact. That is known as factum probandum. And the relevant fact എന്ന് പറയുന്നത് that is evidentiary fact. അതായത് ഈ പ്രിൻസിപ്പൽ ഫാക്ടിനെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ റെലവെന്റ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ അതിനോട് എന്തൊക്കെയാണ് റെലവെന്റ് നമ്മൾ എന്താ പറയുന്ന കൺസിഡർ ചെയ്യുന്ന ഫാക്ട്സ് ആണ് എന്ത് റെലവെന്റ് ഫാക്ട്സ് അല്ലെങ്കിൽ എവിഡൻഷ്യറി ഫാക്ട്, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫാക്ടം പ്രൊബാൻസ് ഫ്രം വിച്ച് ദി പ്രിൻസിപ്പൽ ഫാക്ട് ഫോളോസ്. അപ്പം ഇതിന്നാണ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഫാക്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരിക. ദ ഫാക്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് റൈറ്റ് ഓർ ലയബിലിറ്റി ഇസ് നോൺ ആസ് ഫാക്ട് ആൻഡ് ഇഷ്യൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Facts and issue and issues of fact. Under Civil Procedure Code, the court has to frame issues on all disputed facts which are necessary in the case. These are called issues of fact, but the subject matter of the issue of fact is always the fact and issue. അപ്പം എന്താണ് ഫാക്ട് ആൻഡ് ഇഷ്യൂ, ഇഷ്യൂസ് ഓഫ് ഫാക്ടും? അപ്പം ഒരു കേസിൽ എന്തൊക്കെയാണോ ഡിസ്പ്യൂട്ട് ഉള്ളത് ആ ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോർട്ട് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇഷ്യൂസ് ഫ്രെയിം ചെയ്താൽ ആ ഇഷ്യൂസിന്റെ ബേസിൽ പിന്നീട് അഡ്ജുഡിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിട്ട് കേസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു റിലീഫും കൂടി എനിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു വന്നാൽ ആ ഇഷ്യൂ അവിടെ ഫ്രെയിം ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള റിലീഫ് നമുക്ക് കിട്ടില്ല. അപ്പം എന്തൊക്കെയാണോ ഡിസ്പ്യൂട്ടഡ് ഫാക്ട്സ് അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇഷ്യൂസ് കോർട്ട് ഫ്രെയിം ചെയ്യണം, ക്വസ്റ്റ്യൻസ് കോർട്ട് ഫ്രെയിം ചെയ്യണം. അപ്പം ഈ ഇഷ്യൂസിന്റെ ഒക്കെ സബ്ജക്ട് മാറ്റർ എന്താണോ, ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള സത്ത് എന്താണോ, that is the fact and issue. So fundamental rules of evidence: no facts other than those having rational probative value should be admitted as evidence. അപ്പം ഒരു rational probative value അല്ലെങ്കിൽ ഒരു evidentiary value ഇല്ലാത്ത ഫാക്ട്സ് ഒന്നും എന്തായിട്ട് അഡ്മിറ്റ് ചെയ്തത്, ഒരു റെലവൻസി ഇല്ലാത്ത ഫാക്ട്സ് ഒന്നും എന്ത് ചെയ്തത്, എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തത്. ഓൾ ഫാക്ട്സ് ഹാവിംഗ് റാഷണൽ പ്രൊബേറ്റീവ് വാല്യൂ ആർ അഡ്മിസിബിൾ ഇൻ എവിഡൻസ് അൺലെസ് എക്സ്ക്ലൂഡഡ് ബൈ പോസിറ്റീവ് റൂൾ ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. അപ്പം അങ്ങനെ പ്രൊബേറ്റീവ് വാല്യൂ ഉള്ള ഒരു എവിഡൻസ് ഒരിക്കലും എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടില്ല, അൺലെസ് അവിടെ ഒരു എക്സെംഷൻ വരുന്നുണ്ട്, ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു റൂളോ അല്ലെങ്കിൽ വേറൊരു സ്റ്റിപ്പുലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്ക്ലൂഡഡ്. അതർവൈസ് ഇൻ ഓൾ കേസസ് ഓൾ ഫാക്ട്സ് ഹാവിംഗ് റാഷണൽ പ്രൊബേറ്റീവ് വാല്യൂ ഇസ് ടു ബി അഡ്മിറ്റഡ് ഇസ് എവിഡൻസ്. സോ നെക്സ്റ്റ് ഇസ് പ്രിസംഷൻസ്. എന്താണ് പ്രിസംഷൻ? നമ്മൾ പ്രിസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം നടന്നു, ഇപ്പം ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നടക്കുവാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് മോഷണം പോയി. അപ്പം ആ വീട്ടിൽ നിന്ന് മോഷണം പോയി നാട്ടിലൊരു എപ്പോഴും എല്ലാ സ്ഥലത്തും മോഷണം നടത്തുന്ന ഒരു കള്ളൻ. അപ്പം സാധാരണഗതിയിൽ ആരെയായിരിക്കും ആദ്യം നമ്മൾ പ്രിസ്യൂം ചെയ്യുക? അയാളായിരിക്കും അത് ചെയ്തതെന്ന് നമ്മൾ പ്രിസ്യൂം ചെയ്യില്ല. അതാണ് അപ്പം പ്രിസംഷൻ. ഒരു എന്തെങ്കിലും ഒരു ഇൻഫറൻസ്, കുറച്ച് കാര്യങ്ങളുടെ ബേസിൽ നമ്മളൊരു ഇൻഫറൻസ് ഡ്രോ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് പ്രിസംഷൻ. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ദി കോർട്ട് മേ പ്രിസ്യൂം എ ഫാക്ട്
as may be provided by the Indian Evidence Act unless and until it is disproved or may call for the proof of it. The court shall presume a fact whenever it is directed by this act and shall regard such fact as proved unless and until it is disproved. അപ്പം കോർട്ടിന് ഒരു ഫാക്ട് ഇറ്റ് മേ പ്രിസ്യൂം, മേ പ്രിസ്യൂമും ഷാൽ പ്രിസ്യൂമും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഷാൽ പ്രിസ്യൂം എന്ന് പറഞ്ഞാൽ അതൊരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. അത് ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും കോർട്ടിന് എന്തായാലും അങ്ങനെ ചെയ്യാവുന്ന. മേ പ്രിസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിന് ചെയ്യാം, ചെയ്യാതിരിക്കാം, ചെയ്യാം, അങ്ങനെയുള്ളൊരു പ്രൊവിഷനാണ്. അപ്പം കോർട്ട് ഹാസ് ദി റൈറ്റ് to presume certain fact to be proved. ഒരു certain fact അത് proved ആണെന്ന് presume ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് കോർട്ടിനുണ്ട്. അൺലെസ് ഇറ്റ് ഇസ് ഡിസ്പ്രൂവ്ഡ്, അത് സ്പെസിഫിക് ആയിട്ട് അത് ഡിസ്പ്രൂവ് ചെയ്യുന്നത് വരെ അത് പ്രൂവ്ഡ് ആണെന്ന് പ്രിസ്യൂം ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് അണ്ടർ സെക്ഷൻ 4. So presumption has been defined as an inference, affirmative of the existence of some fact drawn by judicial tribunal by a process of probable reasoning from some other matter of fact, either judicially noticed, admitted or established by legal evidence to the satisfaction of the tribunal. അപ്പം ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ഓഫ് ഫാക്ടിന് അതിനോട് പ്രൊബബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അതിനോട് പ്രൊബബിൾ ആയിട്ടുള്ള റെലവൻറ്റ് ഫാക്ട്സിനും ഒക്കെ ഒരു വിത്ത് ലോജിക്കൽ പ്രൊബബിൾ ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ്ങും ഒക്കെ യൂസ് ചെയ്ത് കോർട്ട് ഹാസ് ദി പവർ ടു ഡ്രോ ഇൻഫറൻസ്, അഫർമേറ്റീവ് ആയിട്ടുള്ള, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫറൻസ് ഡ്രോ ചെയ്യാനായിട്ടുള്ള പവർ എന്തിനുണ്ട്? കോർട്ട് ഹാസ് ഗോട്ട് ദാറ്റ് പ്രൊവിഷൻ. So presumption is either of fact or of law. The presumptions which are inference are always rebuttable. Presumption of law is either conclusive or rebuttable. A presumption എന്ന് പറയുന്നത് it can be either of a fact, it can be either of a law. അപ്പോൾ ഒരു ഫാക്ടിന്റെ ബേസിലുള്ള പ്രിസംഷൻ നമുക്ക് എപ്പോഴും റിബട്ട് ചെയ്യാൻ പറ്റും. റിബട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും, നമുക്കതിനെ അത് അങ്ങനെ അല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പം ലോന്റെ ബേസിലുള്ള ഒരു പ്രിസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ അത് ലോന്റെ ബേസിലുള്ള ഒരു പ്രിസംഷൻ ആണല്ലോ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രിൻസിപ്പിളിന്റെ ബേസിലുള്ള ഒരു പ്രിസംഷൻ ആണെങ്കിൽ ചില സമയത്ത് അത് കൺക്ലൂസീവ് ആയിരിക്കും, ചില സമയത്ത് അത് റിബട്ടബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റേ. എന്താണ് റെസ് ജസ്റ്റേ? സെക്ഷൻ 6 ആണ് റെസ് ജസ്റ്റേനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പം റെസ് ജസ്റ്റേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെലവൻസി ഓഫ് ഫാക്ട്സ് ഫോമിങ് എ പാർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ്റെ പാർട്ടായിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഫാക്ട്സും എന്താണ് അത് ആ ഒരു ഇവന്റിനെയാണ് റെസ് ജസ്റ്റേ എന്ന് പറയുന്നത്. റെസ് ജസ്റ്റേ ആവണമെങ്കിൽ ഈ റെലവൻറ്റ് ഫാക്ട്സ് ഒരൊറ്റ ട്രാൻസാക്ഷൻ, അതായത് ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് പോലെ അത് നടക്കണം, എന്നാലേ അത് റെസ് ജസ്റ്റേ ആവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. അപ്പം എ ഈസ് അക്യൂസ്ഡ് ഓഫ് മർഡറിങ് ബി ബൈ ബീറ്റിംഗ് ഹിം. വാട്ട് എവർ വാസ് സെഡ് ഓർ ഡൺ ബൈ എ or the bystanders at the beating so shortly before or after to form part of transaction is a relevant fact. അപ്പോൾ എ എന്ത് ചെയ്തു? എ ബീനെ അടിച്ച് കൊന്നു. അപ്പോൾ ഈ അടിച്ചു കൊന്ന സമയത്ത് എ ബീനോട്, അതായത് അവിടെ ചുറ്റും കൂടി നിന്നവർ പറഞ്ഞതോ അല്ലെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ അവിടെ ചുറ്റും കൂടി നിന്നവരോട് പറഞ്ഞതോ അല്ലെങ്കിൽ ഇവന്റെ വിറ്റ്നസ്, അതായത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരോട് എയോ ബിയോ പറഞ്ഞതൊക്കെ അതൊക്കെ ഒരു ട്രാൻസാക്ഷന്റെ പാർട്ടാണ്. അല്ലെങ്കിൽ ഈ അടിക്കുന്നതിന് തൊട്ടു മുന്നേ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, അയ്യോ ഏനെ തല്ലാനായിട്ട് എന്താ ബി എന്നെ ഓടിച്ചോണ്ട് പോവാ. ഈ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് വഴി കണ്ട ഒരാളോട് പറഞ്ഞു ഇവൻ എന്നെ തല്ലാൻ വരാന്ന് പറഞ്ഞു. അതൊരു ട്രാൻസാക്ഷന്റെ പാർട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ബി എന്നെ തല്ലുകയാണെന്ന് എ വേറൊരു ആൾക്കാരോട് പറഞ്ഞു. അപ്പൊ ബി പറഞ്ഞു, അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവര് ഇവനെ ഞാനൊന്ന് കൊല്ലും, ഇവൻ അത്രയും മോശം കാര്യം ചെയ്തു എന്ന് ബി പറയുന്നതോ, ഇതൊക്കെ ഒരു ട്രാൻസാക്ഷന്റെ പാർട്ട് ഫോം ചെയ്യുന്ന റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പം this will form res gestae. So section 6 embodies the rule of admission of evidence relating to what is commonly known as res gestae. Acts or declaration accompanying the transaction of the facts in issue are treated as part of res gestae. ഒരു ട്രാൻസാക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ അക്കമ്പനി ചെയ്യുന്ന ഫാക്ട്സ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് എന്താ ചെയ്യുക, കൺസിഡർ ചെയ്യുക. ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുക, റെസ് ജസ്റ്റേ എന്ന് പറയുക. ദി ഒബ്വിയസ് ഗ്രൗണ്ട് ഫോർ അഡ്മിഷൻ ഓഫ് സച്ച് എവിഡൻസ് ഇസ് സ്പോണ്ടേനിറ്റി ആൻഡ് ഇമ്മീഡിയറ്റി ഓഫ് ദി ആക്ട് ഡിക്ലറേഷൻ. അതായത് ആ എല്ലാം പെട്ടെന്ന് നടക്കുന്ന ആ ഒരു ഇവന്റിന്റെ ഒരു ചെയിൻ ഓഫ് ഇവന്റ് നടക്കാനായിട്ട് പെട്ടെന്ന് നടക്കുന്ന ആ ഒരു ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷനാണ്
അതിൻ്റെ ഒരു പാർട്ടാക്കാനുള്ള ഒരു ഗ്രൗണ്ട്. ദ ടേം റെസിസ്റ്റീവ് മീൻസ് സറൗണ്ടിങ് ഓർ അക്കമ്പനിങ് സർക്കംസ്റ്റാൻസസ് വിച്ച് ഇസ് ഇൻസെപ്പറബിൾ ഫ്രം ദി ഫാക്ട് ആൻഡ് ഇഷ്യൂ ആൻഡ് ആർ നെസസറി ടു എക്സ്പ്ലെയിൻ ദി മെയിൻ ആക്ട്. അപ്പം ഈ റെലവെൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്, ഈ ഫാക്ട്സ് ചിലപ്പം ഈ മെയിൻ ഫാക്ട്ന്ന് വിട്ട് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊന്നും ഒരു ബന്ധം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ മെയിൻ ഫാക്ട് ആൻഡ് ഇഷ്യൂവിനെ എക്സ്പ്ലെയിൻ ചെയ്യിക്കാനായിട്ട് ഈ ഫാക്ട്സ് ഒക്കെ വേണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പം എ ബീനെ തല്ലിയത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ എ ബീനോട് പറഞ്ഞതും അല്ലെങ്കിൽ ആ സർക്കംസ്റ്റാൻസസ്, ആ സംഭവം എന്തിനാ നടന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തല്ല് കിട്ടിയ ആള് വേറെ ആൾക്കാരോട് പറഞ്ഞതും തല്ലുന്ന ആൾ വേറെ ആൾക്കാരോട് ആ സമയത്ത് പറഞ്ഞതൊക്കെ എന്താണ് ആ ഒരു ട്രാൻസാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. They include acts or declaration accompanying or explaining the transaction or fact and issue. The area or events covered by res geste depends upon the circumstances of each case. There are the facts which are connected with the fact and issue. A stabbed B and B died. After which B said something to C. Whatever that was said by B to C is res geste. During an aggression, certain students burnt a bus. Burning of bus is a relevant factor. അപ്പം ഒരു റൈറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു തല്ലുപിടി കേസോ അങ്ങനെ എന്തിൻ്റെങ്കിലും സമയത്ത് കുറച്ച് പിള്ളേർ പോയിട്ടൊരു ബസ് കത്തിച്ചു. ആ കുറച്ച് പിള്ളേർ ആ ബസ് കത്തിച്ചത് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. സോ ദാറ്റ് ഇസ് res geste. Facts constituting occasion or effect of or opportunity or state of things for the occurrence of a fact to be proved, whether it is to be fact or another relevant fact. Section 7. അപ്പം ഒരു സംഭവം നടക്കാനായിട്ട്, ആ ഒരു ഒക്കേഷൻ സംഭവിക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്ത സ്റ്റേറ്റ് ഓഫ് ഫാക്ട്സ്, ആ ഫാക്ട്സും എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഒരു കാര്യം, വെറുതെ ഒരു കാര്യം ഒന്നും നടക്കില്ലല്ലോ, അതിനൊരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിനൊരു മോട്ടീവോ അല്ലെങ്കിൽ അതിനെ ടെംപ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഇസ് ഓൾസോ relevant fact and such facts are to be proved. The question is whether A robbed B. The facts shortly before the robbery, B went to a fair with money in his possession that showed it. ഇത് ബിഫോർ അല്ല, ആഫ്റ്റർ റോബറിയാണ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു എ എന്ത് ചെയ്തു, ബീൻ്റെ വീട്ടിൽ പോയിട്ട് മോഷ്ടിച്ചു. ഈ വീട്ടിൽ പോയി മോഷ്ടിച്ചതിന് ശേഷം അപ്പം ആർക്കും അറിയില്ല അത് ബി ആണ് മോഷ്ടിച്ചതെന്നുള്ളത്. പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ, ബി ആന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ മോഷ്ടിച്ച ഉടനെ ബി ഈ പൈസ കൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു ഫെയറിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരോട് എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഇസ് റെലവെൻറ്റ്. Okay, that is a relevant fact. The question is whether A murdered B. Marks on the ground produced by a struggle at or near the place where the murder was committed are relevant facts. അപ്പോൾ എ ബീനെ കൊന്ന സമയത്ത് ആ സ്ട്രഗിൾ നടന്ന സ്ഥലത്തുള്ള ഫുഡ് പ്രിൻറ്റ്സ്, ഫുഡ് മാർക്സ്, അതൊക്കെ റെലവെൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇനി അടുത്തൊരു ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറച്ച് പോയിസൺ കൊടുത്ത് എന്ത് ചെയ്തു, എ ബീനെ കൊന്നു. അപ്പോൾ ഈ എ ബീനെ കൊല്ലുന്ന സമയത്ത് ഏത് സമയത്താണ് ബി ഫുഡ് കഴിക്കാറ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബി ഫുഡ് കഴിക്കാറ്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള എൻ്റെ നോളജ് അത് റെലവെൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. മോട്ടീവ്, പ്രിപ്പറേഷൻ ആൻഡ് കണ്ടക്ട്, സെക്ഷൻ 8. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹവ് ഓൾറെഡി ഡിസ്കസ്ഡ്. വാട്ട് ഇസ് മോട്ടീവ്? മോട്ടീവ് ഇസ് ദി ഇന്റൻഷൻ ഓഫ് എ പേഴ്സൺ ടു ഡു എ സർട്ടൻ ആക്ട്. So motive means which moves a person to act in a particular way. It is different from intention. The substantive law is rarely concerned with motive, but the existence of a motive from the point of view of existence would be a relevant fact in every criminal case. That the first step of every investigation, motive is a psychological fact and accused motive will have to be proved by circumstantial evidence. അപ്പോൾ motive എന്ന് പറയുന്നത് it is a state of mind. അപ്പം ഇറ്റ് ഈസ് ദാറ്റ് പേഴ്സൺസ് ഇൻറ്റൻഷൻ ആൻഡ് മോട്ടീവ് ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മോട്ടീവ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അപ്പം എപ്പോഴും മോട്ടീവിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു മോട്ടീവ് കുറച്ചും കൂടി ഡീപ്പർ മീനിങ് ഉള്ളൊരു ടേമാണ്. അപ്പം ഒരു ക്രിമിനൽ കേസിൽ എപ്പോഴും മോട്ടീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. മോട്ടീവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ വെൻ ദി ക്വസ്റ്റ്യൻ ഇസ് ആസ് ടു വെദർ എ പേഴ്സൺ ഡിഡ് എ പെർട്ടിക്കുലർ ആക്ട്, the fact that he made preparations to it would certainly be relevant. അപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ആ കാര്യം ചെയ്യാനായിട്ട് അയാൾ ഉണ്ടാക്കിയ പ്രിപ്പറേഷൻസ് would be a relevant fact.
ഇപ്പം ഒരു വീട് ലൂട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൂട്ട് ചെയ്യാനായിട്ട് ഇപ്പം ആവശ്യമുള്ള സാധനങ്ങൾ അതിനു മുന്നേ അവർ കടയിൽ പോയി വാങ്ങിയത്, ആ ഒരു പ്രിപ്പറേഷൻസ് those acts are relevant. So the section makes the conduct of certain persons relevant. Conduct means behavior. Conduct എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ ഒരാളുടെ behavior. So the conduct of parties is relevant. The conduct to being relevant must be closely connected with the suit proceeding, a fact, an issue, or a relevant fact. That is, if the court believes such conduct to exist, it must assist the court in coming to a conclusion on the matter in controversy. അപ്പോൾ ഒരു കണ്ടക്ട് ഉണ്ടാവണമെന്ന് വെറുതെ ഇപ്പോൾ ഒരാളുടെ ബിഹേവിയർ കൊണ്ട് നമുക്ക് ഒന്നിനും അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടക്ട് എന്താണോ മാക്ടിൻ ഇഷ്യൂ അല്ലെങ്കിൽ എന്താണോ കോൺട്രവേഴ്സി അതിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണം ആ കണ്ടക്ട്. ഇറ്റ് മസ്റ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ. ഇഫ് ദിസ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ഇറ്റ് ഇസ് ഇമ്മീരിയൽ വെദർ ദ കണ്ടക്ട് വാസ് പ്രീവിയസ് ഓർ സബ്സിക്വന്റ്. അപ്പം ഈ ഫാക്ട്സ് എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടക്ട് മുന്നേ ഉണ്ടായിരുന്ന കണ്ടക്ട് ആണോ അതോ അതിന് ശേഷം ഉണ്ടായിരുന്ന കണ്ടക്ട് ആണോ എന്നുള്ള കാര്യം എന്താണ്, അത് ഇമ്മെറ്റീരിയൽ ആയി പോകും. ആ ഫാക്ടിനോട് അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക ഇൻ ദ കണ്ടക്ട്. ഇല്ലസ്ട്രേഷൻസ് പറയാം. എ ഈസ് ട്രൈഡ് ഫോർ ദി മർഡർ ഓഫ് ബി. ബിനെ കൊന്നതിന്റെ പേരിൽ എ അക്യൂസ്ഡ് ആണ്. ദി ഫാക്ട് ദാറ്റ് A murdered C, that B knew that A had murdered C and B had tried to extort money from A by threatening to make his knowledge public and relevant. Okay, അപ്പം A സീനെ കൊന്നു. അപ്പം ബിക്ക് അറിയാം എ സീനെ കൊന്ന കാര്യം. എന്താ അറിയാം, ആർക്കറിയാം? ബിക്ക് അറിയാം. അപ്പം ബി ഈ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആരുടെ കയ്യിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് പൈസ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എന്താണ്? അതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. കാരണം അവിടെ ബിയുടെ ഒരു അപ്പോൾ അവിടെ എയുടെ ഒരു കണ്ടക്ട് നിന്ന് ഇത് എന്താണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എ കൊന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ബി വെറുതെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ എ ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബി അവിടെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എ അവിടെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ബീനെ എക്ക് പേടിക്കേണ്ടി വരുന്നത്. അപ്പം ദാറ്റ് കണ്ടക്ട് ഇസ് റെലവെന്റ്. So next, facts necessary to explain or introduce relevant fact. അപ്പം സെക്ഷൻ 9 അടിയിൽ such facts are which are necessary to explain or introduce a fact in issue. Fact in issue, അതായത് എന്താണോ ഫാക്ട് ഇൻ ഇഷ്യൂ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഈ ഫാക്ട് ഇൻ ഇഷ്യൂവിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫാക്ട്സ് അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ട്സ്, such facts are relevant which support or rebut an inference suggested by a fact or issue or relevant fact ഇൻ ഇഷ്യൂ. അപ്പോൾ ഈ ഫാക്ട് ഇൻ ഇഷ്യൂവിനെയോ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ടിൻ്റെ ബേസിൽ ഒരു ഇൻഫറൻസ് ഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഇൻഫറൻസിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഇൻഫറൻസിനെ റിബട്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ട്സ് ആർ റെലവൻറ്റ് ഫാക്ട്സ് വിച്ച് എസ്റ്റാബ്ലിഷസ് ദി ഐഡൻറ്റിറ്റി ഓഫ് എ പേഴ്സൺ or think whose identity is relevant or fix the time or place at which such fact and issue or relevant fact has happened. അപ്പം ഈ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ഐഡൻറ്റിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്ന സച്ച് ഫാക്ട്സ് ആർ റെലവെന്റ് വിച്ച് ഷോ ദ റിലേഷൻ ഓഫ് പാർട്ടീസ് ബൈ ഹൂം എനി സച്ച് ഫാക്ട് വാസ് ട്രാൻസാക്റ്റഡ് are relevant in so far they are necessary for that purpose. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നെസസറിലി മണി ട്രാൻസാക്ഷൻസ് അല്ലാണ്ട് ഒരു ഇവൻറ്റിനെയാണ് നമ്മളിവിടെ ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പം ഈ ഒരു കാര്യം നടന്ന് ഈ ഒരു ഇവൻറ്റ് ട്രാൻസാക്ട് ചെയ്ത ഈ ഫാക്ട് ഇൻ ഇഷ്യൂ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനെ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഫാക്ട്സ്, such facts are relevant. In illustrations, the question is whether a given document is the will of A. Upon the state of A's property and of his family at the date of alleged offense will be relevant fact. Upon ഒരു വില്ല്, എന്റെ ഒരു വില്ലിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്റെ വില്ലാണെന്ന് വിചാരിച്ചു. ഇൻ ദ മാറ്റർ ഓഫ് ഫാക്ട് ആ ബില്ലാവുമ്പോൾ ബില്ലിൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ അതിൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫാമിലിയിലെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അത് ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം അതൊക്കെ ആയിരിക്കില്ല ബില്ലിൽ എഴുതി വെച്ചിരിക്കുക. അപ്പം അങ്ങനെ ഒരു ബില്ലിനെ വരുമ്പോൾ അപ്പം ഈ
അതായത് ഈ എയുടെ ഫാമിലി സ്റ്റാറ്റസ്, ഫാമിലിൻ്റെ പ്രോപ്പർട്ടീൻ്റെ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും അതിൽ റെലവൻ്റ് ആയിരിക്കും. എസ് യൂസ് ബി ഫോർ ലിബൽ ഇംപ്യൂട്ടിംഗ് ഡിസ്ഗ്രേസ്ഫുൾ കണ്ടക്ട് ടു എ. ബി അഫേംസ് ദാറ്റ് ദി മാറ്റർ അലീസ് ടു ബി റിബലിയസ് ഇസ് ട്രൂ. അപ്പം എ ഒരു ലിബൽ ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അപ്പം അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഡിഫമേഷൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞില്ലേ എന്താ എക്സെംഷൻ ആണ്. അപ്പോൾ ബി എന്താ പറഞ്ഞാൽ പബ്ലിഷ് ചെയ്ത സാധനം ട്രൂത്ത് ആണ്, ട്രൂത്ത് ഇസ് ആൻ എക്സെംഷൻ ഫോർ ഡിഫമേഷൻ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്, ഈ പബ്ലിഷ് ചെയ്ത സമയത്ത് എയും ബിയും തമ്മിൽ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? അപ്പൊ അത് അവർ തമ്മിലുള്ള റിലേഷൻ ആണ്. ഫോർത്ത് വൺ വിച്ച് ഷോ ദി റിലേഷൻ ഓഫ് പാർട്ടീസ് ബൈ ഹോം സച്ച് ഫാക്ട് വാസ് ട്രാൻസാക്റ്റഡ്. അവർ തമ്മിലുള്ള ഒരു റിലേഷൻ, ചിലപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ കഴിഞ്ഞൊരു മാസമായിട്ട് തല്ലി പിരിഞ്ഞ് അവർ തമ്മിൽ മിണ്ടുന്നില്ല, അല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സ്, ഒരു കമ്പനിയുടെ രണ്ട് പാർട്ട്നേഴ്സ് അടിച്ചു പിരിഞ്ഞ്, അങ്ങനെയുള്ള സമയത്ത് ഈ അതിലൊരു പാർട്ട്ണർ മറ്റേ ആളെ പറ്റിയിട്ട് എന്തെങ്കിലും മോശമായിട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫാക്ട് ഇസ് റെലവെന്റ്. അവർ തമ്മിൽ അവരുടെ അപ്പോഴത്തെ ഒരു എന്താ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് that is relevant. So next is statement about the facts to be proved. The general rule known as the hearsay rule is that what is stated about the fact in question is relevant. To this general rule there are 3 exemptions which are. അപ്പൊ എന്താണ് ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഹിയർസേ ആയിട്ട്, അതായത് നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, ജനറലി ഒരു ഫാക്ടിനെ പറ്റിയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞു എപ്പോഴും ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അഡ്മിസിബിൾ ആവുള്ളൂ. അപ്പം ഹിയർസേ ആയിട്ടുള്ള കാര്യങ്ങളിൽ ജനറൽ റൂൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഇറെലവെന്റ്. പക്ഷെ ഇതിന് ചില എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് അഡ്മിഷൻസ് ആൻഡ് കൺഫെഷൻസ്. അതെന്താന്ന് നമ്മൾ പറയും. സ്റ്റേറ്റ്മെന്റ്സ് ആസ് ടു സർട്ടൻ മാറ്റേഴ്സ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ബൈ പേഴ്സൺസ് ഹു ആർ നോട്ട് വിറ്റ്നസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിറ്റ്നസ്സുകളല്ലാത്ത ചില ആൾക്കാർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്, സെക്ഷൻ 32 അടിയിൽ വരുന്ന കാര്യങ്ങളാണ്. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ് ലേറ്റർ. So next, now we'll discuss about admission and confession. So what is admission, what is confession? Admission പറയുന്നത് section 17 ആണ്, confession പറയുന്നത് section 24 ലാണ്. So admission as defined under section 17 is a statement, oral or documentary or contained in electric form which suggests any inference as to any fact in issue or relevant fact and which is made by any of the persons and under the circumstances mentioned under section 18 to 20. അപ്പം ഈ സെക്ഷൻ 18 to 20 അടിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ പറയപ്പെടുന്ന ഓറൽ ആയിട്ടോ ഡോക്യുമെൻ്ററി ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലോ കൊടുക്കുന്ന ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്ത്, ഒരു ഫാക്റ്റിനോട് ബന്ധപ്പെട്ട ഒരു ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരോ കൊടുക്കുന്ന ഒരു ഫാക്റ്റിനോട് ബന്ധപ്പെട്ട ഒരു ഇൻഫറൻസോ, ഒരു ഫാക്റ്റിലേക്ക് ഒരു ഇൻഫറൻസോ അല്ലെങ്കിൽ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമോ ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, അഡ്മിഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ? കുറച്ച് നീണ്ടുപോയല്ലേ, ഞാൻ പറഞ്ഞുതരാം. അപ്പം സെക്ഷൻ 18 to 20 അടിയിൽ പറയുന്ന സർക്കംസ്റ്റാൻസസിൽ വരുന്നത് എന്താവുള്ളൂ, അഡ്മിഷൻ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ. പിന്നെ ദിസ് ക്യാൻ ബി മെയ്ഡ് ബൈ ദി പേഴ്സൺസ് who have been referred, അതായത് താഴെ 18 to 20 റെഫർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക, ബൈ എനി പേഴ്സൺ ഓർ എനി ഓഫ് ദി പേഴ്സൺസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇറ്റ് സജസ്റ്റ് an inference to the fact. ഒരു ഇഷ്യൂ, ഫാക്ടിന് ഇഷ്യൂ അല്ലെങ്കിൽ റെലവെന്റ് ഫാക്ടിനോട് എന്തെങ്കിലും ഒരു ഇൻഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധമോ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഓറൽ, ഡോക്യുമെന്ററി ഓർ ഇൻ ഇലക്ട്രോണിക് ഫോം. ദാറ്റ് ഈസ് അഡ്മിഷൻ. ഇനി എന്താണ് 18 to 20 ഇടയിൽ പറയുന്നത്? Thus whether a statement amounts to admission or not depends upon the question whether it was made by any of the persons and in any of the circumstances described under section 18 to 20 and whether it suggests an inference as to the fact in issue or a relevant fact. എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞ കാര്യമില്ല, ഒന്നെങ്കിൽ അത് ഫാക്ട് ഇൻ ഇഷ്യൂവിനോടോ അല്ലെങ്കിൽ ആ ഫാക്ട് ഇൻ ഇഷ്യൂവിനോട് റെലവെന്റ് ആയിട്ടുള്ള റെലവെന്റ് ഫാക്ട്സിനോട് ബന്ധപ്പെട്ട കാര്യമായിരിക്കണം. സോ ദസ് അഡ്മിഷൻ മേ ബി വേർബൽ ഓർ കണ്ടെയ്ൻഡ് ഇൻ ഡോക്യുമെന്റ്സ്. ഒന്നെങ്കിൽ അത് വേർബൽ ആയിരിക്കാം അല്ലെങ്കിൽ അത് മാപ്സോ ബുക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഫോമിലായിരിക്കാം. സോ ആൻ അഡ്മിഷൻ മേ ബി മെയ്ഡ് ബൈ എ പാർട്ടി, ഒന്നെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ പാർട്ടീൻ്റെ ഏജന്റ് അല്ലെങ്കിൽ പാർട്ടീൻ്റെ predecessor in interest of a party and a person having joint proprietary or pecuniary interest in the subject matter or by a റെഫറൻസ്. അപ്പം ഒന്നെങ്കിൽ ആ പാർട്ടിക്കായിരിക്കാം അല്ലെങ്കിൽ ആ പാർട്ടീൻ്റെ വരുന്ന ഒരു പ്രീഡിസീസറിനായിരിക്കാം. 1 second.
സോറി. അപ്പം ഒന്നെങ്കിൽ ഇതാണ് 18 to 20 വരുന്നത്. അപ്പം ഒരു റെഫറൻസിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ഒരു റെഫറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, ഒരു റെഫറൻസിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിൻ്റെ ഏജൻറ്റോ അല്ലെങ്കിൽ ഈ സബ്ജക്ട് മാറ്ററിൽ ഫാക്ടിൻ്റെ സബ്ജക്ട് മാറ്ററിൽ ഒരു പെക്യൂണിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോയിൻ്റ് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളോ ഒക്കെ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താവുള്ളൂ, കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താവുള്ളൂ, അഡ്മിഷൻ ആവുള്ളൂ. സോ അഡ്മിഷൻ ഇസ് ദി ബെസ്റ്റ് എവിഡൻസ് against the party making the same unless it is untrue and made under the circumstances which does not make it binding on him. അപ്പം ഈ അഡ്മിഷൻ കൊടുക്കുന്ന ആൾക്കെതിരെയുള്ള ഏറ്റവും ബെസ്റ്റ് എവിഡൻസ് ആണ് എന്ത്, അഡ്മിഷൻ. അൺലെസ് ഇറ്റ് ഈസ് അൺട്രൂ, ഒബ്വിയസ്ലി അത് അൺട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ടു ബി മെയ്ഡ് അണ്ടർ സർക്കംസ്റ്റാൻസസ് വിച്ച് ഡസ് നോട്ട് മേക്ക് ഹിം ബൈൻഡിങ് ആണ്. എന്തെങ്കിലും ഒരു ഫോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെറ്റോ അങ്ങനെയൊക്കെ ശേഷം ഇഫ് ഈസ് ഫോഴ്സ് ടു മേക്ക് സച്ച് അഡ്മിഷൻ, അങ്ങനെയുള്ള സർക്കംസ്റ്റാൻസുകളിലല്ലാതെ and if it is untrue, admission is the best evidence against the maker of the admission. So next is അതേപോലെ തന്നെ admission must be clear. അത് വേഗ് ആയിരിക്കരുത്, അത് എന്ന് വെച്ചാൽ അതിലൊരു ആംബിഗ്വിറ്റി ഒന്നും ഉണ്ടാവരുത്. അത് ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, and it should not be vague. Next is confession. So section 24 to 30 ആണ് കൺഫെഷനെ പറ്റി പറയാം. ആക്ട് കൺഫെഷൻ എന്താന്ന് പറയുന്നില്ല, പക്ഷെ അത് കൺഫെഷൻ ഇസ് എ ടൈപ്പ് ഓഫ് അഡ്മിഷൻ. പക്ഷെ എല്ലാ അഡ്മിഷനും കൺഫെഷൻ അല്ല. അപ്പം കൺഫെഷൻസ് ആർ സ്പെഷ്യൽ ഫോംസ് ഓഫ് അഡ്മിഷൻസ് വേറെ എവറി കൺഫെഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറി കൺഫെഷൻ എന്ന് പറയുന്നത് ഒരു അഡ്മിഷൻ ആണ്, പക്ഷെ all admissions are not confessions. So section 27 to 30 deal with confessions which the court will take into account. അപ്പോൾ കൺഫെഷൻ എന്ന് പറയുന്നത് റെലവൻ്റ് ആവണമെങ്കിൽ കുറച്ച് കൺഫെഷൻസ് ഇറലവൻ്റ് ആവണമെങ്കിൽ കുറച്ച് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഒരു അതോറിറ്റിയിലുള്ളൊരു പേഴ്സൺ എന്തെങ്കിലും ഒരു ത്രെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡ്യൂസ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോമിസിന്റെ ഒക്കെ ബേസിൽ ഫോഴ്സ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന കൺഫെഷൻ എന്ന് പറയുന്നത് എന്താവില്ല, അതൊരു കൺഫെഷൻ ആവും. പക്ഷെ അതൊരു അതോറിറ്റിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ഇപ്പം ഒരേ ലെവലിലുള്ള രണ്ടാൾക്കാർ പേടിപ്പിച്ച് പറയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഒരു അതോറിറ്റിയിലുള്ള ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ത്രെറ്റോ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെന്റോ അല്ലെങ്കിൽ നീ ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോമിസിന്റെ ഒക്കെ ബേസിൽ ഉണ്ടാക്കുന്ന കൺഫെഷൻ ഇറലവൻ്റ് ആണ്. പിന്നെ ഒരു പോലീസ് ഓഫീസറിനോട് കൊടുക്കുന്ന ഒരു കൺഫെഷൻ ഇസ് ഇറലവൻ്റ്. പിന്നെ ടു എനി വൺ അറ്റ് എ ടൈം ആൻഡ് ദി അക്യൂസ്ഡ്. അപ്പം ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു മജിസ്ട്രേറ്റിന്റെ ആബ്സെൻസിൽ ഒരു പോലീസ് ഓഫീസറിന്റെ കസ്റ്റഡിയിൽ വേറെ ഏതൊരാൾക്ക് കൊടുക്കുന്ന കൺഫെഷനും എന്താണ്, ഇറലവൻ്റ് ആണ്. ദി കൺഫെഷൻ ഇസ് എവിഡൻസ് ഓൺലി അഗേൻസ്റ്റ് ഹിസ് മേക്കർ. അപ്പം കൺഫെഷൻ എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന ആൾക്ക് അഗേൻസ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പോയിട്ട് വേറൊരാളെ പറ്റിയിട്ട് ഒരു കൺഫെഷൻ കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരാൾക്കെതിരെ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാനും ഇയാളും ഒന്നിച്ചൊരു കേസിൽ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ എൻ്റെ കൺഫെഷൻ അയാൾക്കെതിരെ യൂസ് ചെയ്യാം. പക്ഷെ എനിക്കൊരു ബന്ധമില്ലാത്ത ഒരാളുടെ പേരിൽ പോയിട്ട് ഞാനൊരു കൺഫെഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഗേൻസ്റ്റ് അയാളെ ട്രൈ ചെയ്യാൻ പറ്റില്ല. സോ കൺഫെഷൻ ക്യാൻ ബി യൂസ്ഡ് ഓൺലി against the maker who is being and against other person who is being jointly tried with him. So confession എന്ന് പറയുന്നത് confession can be judicial confession and confession can be extrajudicial confession. അപ്പം എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ റെലവൻ്റ് ആണെങ്കിൽ ബാക്കി എവിഡൻസസിൻ്റെ കൂടെ കോർട്ടിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കൺഫെഷൻ ആണ്. സോ നെക്സ്റ്റ് ഇസ് ഇല്ലസ്ട്രേഷൻസ്. സോ A undertakes to collect rent from C on behalf of B. അപ്പം എന്താ പറയുക, സി എക്ക് റെന്റ് കൊടുക്കാനുണ്ട്. അപ്പം ബീനെ എ ഏൽപ്പിച്ചു, സീൻ്റെ കയ്യിൽ നിന്ന് റെന്റ് മേടിക്കാനായിട്ട് ബി എനെ ഏൽപ്പിച്ചു. അപ്പം ബി റെന്റ് മേടിച്ചില്ല. ബി റെന്റ് മേടിക്കാത്തതിന് എ ബീനെ സ്യൂ ചെയ്തു. അപ്പം ബി എന്ത് പറഞ്ഞു, ബി പറഞ്ഞു സി എക്ക് റെന്റ് ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പം സി കൊടുക്കുന്ന, അതായത് സി പറയാണ് ഇല്ല ഞാൻ എക്ക് റെന്റ് കൊടുക്കാനുണ്ട് എന്ന് സി പറയുമ്പോൾ അതൊരു അഡ്മിഷനാണ്, അതൊരു അഡ്മിഷനാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ഹോഴ്സ്, അതായത് ഒരു ക്വസ്റ്റ്യൻ വെദർ എ ഹോഴ്സ് സോൾഡ് ബൈ എ ടു ബി സൗണ്ട്, അതായത് പ്രശ്നമൊന്നും ഇല്ലാത്ത നല്ല ഓക്കെ ആയിട്ടുള്ള ഒരു കുതിരേനെയാണോ എ ബിക്ക് കൊടുത്തതെന്ന്. അപ്പം എ അല്ലേ കൊടുത്തത്, എ പറയാ സീനോട് പോയി ചോദിക്കുക, സിക്കാണ് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറയുമ്പോൾ സി അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ ഇസ് എൻ അഡ്മിഷൻ. ഓക്കെ. So next is person who can't be called as witness under section 32 and 33. Certain states my persons who are dead
or cannot be found or produced without unreasonable delay or expense makes the second exception to the general rule. അപ്പം എന്താ ജനറൽ റൂൾ എന്താ ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസേ പറ്റുള്ളൂ, ഹിയർസേ എവിഡൻസ് പറ്റില്ല. അപ്പോ മരിച്ച ആൾക്കാർക്ക് എവിഡൻസ് കൊടുക്കാൻ പറ്റുമോ? മരിച്ച ആൾക്കാർ മരിച്ചിടത്ത് നിന്ന് എണീറ്റ് വന്ന് എവിഡൻസ് കൊടുക്കേണ്ടി വരില്ലേ? ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലേ? ഇപ്പൊ മരിച്ച ആൾക്കാർ, കണ്ടു കിട്ടാനില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ഡിലേയോ അല്ലെങ്കിൽ ചെലവോ ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ കൊടുക്കുന്ന എവിഡൻസ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്താണ്, അത് ജനറൽ റൂളിന്റെ ഒരു എക്സെപ്ഷൻ ആയിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എവിഡൻസ് എന്ന് പറയുന്നത് ക്യാൻ ബി അഡ്മിറ്റഡ്. ഓക്കെ, സോ ഹൗഎവർ ദി ഫോളോയിങ് കണ്ടീഷൻസ്, അങ്ങനെ എല്ലാ കേസിലും ഈ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ചില കണ്ടീഷൻസ് കംപ്ലൈ ചെയ്യണം. അങ്ങനെ പറയുന്ന ഫോളോയിങ് കണ്ടീഷൻസ് ആണ്. ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ പേഴ്സൺ ആസ് ടു ദി കോസ് ഓഫ് ഡെത്ത് or as to the circumstances resulting to his death. അപ്പം ഒരാളുടെ മരണത്തെക്കുറിച്ച് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ മരണത്തിലേക്ക് ലീഡ് ചെയ്തത്, അല്ലെങ്കിൽ അയാളുടെ മരണത്തെ പറ്റിയിട്ടോ ഉള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ ദി കോഴ്സ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് ഓഫ് ബിസിനസ്സിന് ഇപ്പം എന്താ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഓക്കെ, എൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഒരു സർജൻ, മരിച്ചുപോയൊരു സർജൻ, അയാൾ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് അയാൾ എൻറ്റർ ചെയ്തൊരു റെക്കോർഡിൽ എന്താണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ, ഡേറ്റ് ഓഫ് ബർത്തിലെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ആളുടെ അമ്മ ഇന്ന ദിവസം ഇയാളെ പ്രസവിച്ചു എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് എൻട്രി വാസ് മെയ്ഡ് ബൈ ദാറ്റ് സർജൻ ഇൻ ഹിസ് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അയാൾ മരിച്ചുപോയി. അപ്പം that evidence can be admissible. The statement which is against the interest of the maker. അപ്പം ഈ കൊടുക്കുന്ന ആളുടെ ഇൻട്രസ്റ്റ്, മേക്കർ എന്ന് പറഞ്ഞാൽ എന്താ, ആരാണോ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന ആളുടെ ഇൻട്രസ്റ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ആക്സെപ്റ്റബിൾ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഗിവിംഗ് ആസ് ടു ദി ഒപ്പീനിയൻ ഓഫ് ദി പബ്ലിക് റൈറ്റ് ഓർ കസ്റ്റം ഓർ മാറ്റേഴ്സ് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്. അപ്പം ഒരു റോഡ്, ഇതൊരു പബ്ലിക് റോഡാണെന്ന് പണ്ടെപ്പോഴോ മരിച്ചുപോയ ആ വില്ലേജിന്റെ ഒരു ഹെഡ് പറഞ്ഞത് പബ്ലിക് റോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ്. A statement made before the commencement of the controversy as to the relationship of persons alive or dead if the maker of such statement has special means of knowledge on the subject. അപ്പോൾ ഒരു കോൺട്രവേഴ്സി, ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മാറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി തുടങ്ങുന്നതിന് മുന്നേ, അത് തുടങ്ങി കഴിഞ്ഞിട്ടല്ല, അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നതിന് മുന്നേ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് സ്പെഷ്യൽ നോളജുള്ള ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബിഫോർ ദി കമൻസ്മെന്റ്, അത് നമ്മൾ പറഞ്ഞാലേ, a statement made before the commencement of controversy as to the relationship of persons deceased made in any will or deed relating to the family affairs. Same, ഒരു ഫാമിലിയിലെ റിലേഷനെ പറ്റിയിട്ട് പറയുന്നത്, അയാൾ മരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു വില്ലോ അല്ലെങ്കിൽ ആ കാര്യത്തിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ നോളജ് ഉള്ള, ഇപ്പം പറയാ ഈ സ്റ്റെപ്സ് എന്നൊക്കെ പറയില്ലേ, ചിലപ്പം ഈ മരിച്ചുപോയ ആളുടെ മകൻ തന്നെയാണ് ഇന്ന ആള്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് സ്പെഷ്യൽ നോളജ് ഉള്ള ഒരാൾ ഈ ഒരു കോൺട്രവേഴ്സി തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ്. A statement in any bill, deed or other document relating to any transaction by which such right or custom was created, claimed, modified. ഒരു സ്റ്റേറ്റ്മെന്റിലോ ഒരു ബില്ലിലോ ഒരു ഡീഡിലോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കസ്റ്റമിനെയോ അല്ലെങ്കിൽ ഒരു റൈറ്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്. A statement made by number of persons expressing their feelings or impression. ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ഇംപ്രഷൻസോ ഒക്കെ എന്താ പറയാ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എവിഡൻസ് ഗിവൺ ഇൻ എ ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ഓർ ബിഫോർ എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ലോ ടു ടേക്ക് ഇറ്റ്. ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്ങിന്റെ മുന്നേ അല്ലെങ്കിൽ അത് ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ എടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രൊവൈഡഡ് ദാറ്റ് ദി പ്രൊസീഡിംഗ് വാസ് ബിറ്റ്വീൻ ദി സെയിം പാർട്ടീസ്, ഒരേ പാർട്ടീസ് അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സോ ആയിരിക്കണം. ആൻഡ് ദി അഡ്വേഴ്സ് പാർട്ടി ഇൻ ദി ഫസ്റ്റ് പ്രൊസീഡിംഗ് ഹാസ് ദി റൈറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അപ്പം അതിൽ അഡ്വേഴ്സ് ആയിട്ട് വരുന്ന ഒരു പാർട്ടിക്ക് അവർ എവിഡൻസോ അല്ലെങ്കിൽ ക്രോസ് എക്സാമിൻ ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്ങിൽ
കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്. ഇല്ലസ്ട്രേഷൻസ്. ദ ക്വസ്റ്റൻ ഇസ് വെദർ എ ഹു ഇസ് ഡെഡ് വാസ് ദി ഫാദർ ഓഫ് ബി. എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ that B was his own son is a relevant fact. അപ്പം എ മരിച്ചു പോകുന്നതിന് മുന്നേ എ വേറെ ആരോടെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ദറ്റ് ബി അയാളുടെ മകനായിരുന്നു, ചിലപ്പോൾ ഒരു ബില്ലിൽ അയാൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞൊരു എ സ്റ്റേറ്റ്മെന്റ് ഇൻ എനി വിൽ ഡീഡ് ഓർ എനിത്തിങ് റിലേറ്റിംഗ് ടു എ ട്രാൻസാക്ഷൻ. സോറി, അതല്ല, അതൊരു മുന്നത്തെ കാര്യം. ഒരു സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ദി commencement of the act of the controversy as to the relationship of persons deceased. അപ്പോൾ അതിൽ വരുന്നതാണത്. ഓക്കെ, so statements made under special circumstances. So the following statements become relevant on account of their having been made under special circumstances. അപ്പോൾ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ they are relevant. Entries made in books of account including those maintained in electronic form. അപ്പം ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സർജൻ അയാളുടെ ജനറൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഒരു രജിസ്റ്ററിൽ എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്കിൽ കീപ്പ് ചെയ്യുന്ന എന്ത് entries. It can also be the entries in electronic form. Entries made in public or official records or an electronic record may a public servant. ഒരു പബ്ലിക് സർവൻറ്റ് അയാളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ കോഴ്സിൽ ഒരു പബ്ലിക് റെക്കോർഡിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ റെക്കോർഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എൻട്രീസ്. സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിഷ്ഡ് ഇൻ മാപ്സ് ചാർട്ട്സ് ജനറലി ഓഫർഡ് ഫോർ ദി പബ്ലിക്. അപ്പം പബ്ലിക്കിന് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അതോറിറ്റിയുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മാപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ചാർട്ടിലോ ഇലിസ്ട്രേഷനിലോ ഒക്കെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആസ് ടു ദി ഫാക്ട് ഓഫ് പബ്ലിക് നേച്ചർ കണ്ടെയ്ൻഡ്. അപ്പം സർട്ടൻ ആക്ടിലോ അല്ലെങ്കിൽ ചില ആക്ടിലോ നോട്ടിഫിക്കേഷനിലോ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പബ്ലിക് നേച്ചറിലുള്ള ഫാക്ട്സ്, അതായത് പബ്ലിക് ഇൻട്രസ്റ്റിനോട് റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ഇസ് ഒപ്പീനിയൻ ഓഫ് തേർഡ് പാർട്ടി. സാധാരണഗതിയിൽ ഒരു തേർഡ് പാർട്ടിന്റെ ഒപ്പീനിയൻ റെലവെന്റ് ആണോ? റെലവെന്റ് അല്ല, പക്ഷെ ചില കേസുകളിൽ റെലവെന്റ് ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ് അണ്ടർ സെക്ഷൻ 45 to section 51. അപ്പം ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ആർ റെലവെന്റ് അപ്പോൺ എ പോയിന്റ് ഓഫ് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാൻ പറ്റുക? ഫോറിൻ ലോ, സയൻസ്, ആർട്ട്, ഐഡന്റിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ്, ഫിംഗർ ഇംപ്രഷൻ, സ്പെഷ്യൽ നോളജ് ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് എൻക്വയറി ബിക്കം റെലവെന്റ്. അപ്പം ഇങ്ങനെ സ്പെഷ്യൽ നോളജ് ആവശ്യമുള്ള മേഖലകളിൽ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു വക്കീലിന് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് സ്പെഷ്യൽ നോളജ് ഉള്ള എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ നമുക്ക് എടുക്കാം. സെക്ഷൻ 46. അപ്പം facts with support or are inconsistent with the opinions of experts are also made relevant. അപ്പം ഒരു ഒപ്പീനിയൻ ഒരു എക്സ്പേർട്ട് ഒരു ഒപ്പീനിയൻ കൊടുത്തു. അപ്പോൾ ആ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ആ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയനായിട്ട് ഒരു രീതിയിലും ചേർന്ന് പോകാത്ത കാര്യങ്ങളും എന്താണ്? സച്ച് ഫാക്ട്സ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് റെലവെന്റ്. ഒപ്പീനിയൻ ആസ് ടു ദി ഹാൻഡ് റൈറ്റിംഗ് ഓഫ് എ പേഴ്സൺ ഇഫ് ദി പേഴ്സൺ ഗിവിംഗ് ദി ഒപ്പീനിയൻ ഇസ് അക്വൈന്റഡ് വിത്ത് ദി ഹാൻഡ് റൈറ്റിംഗ് ഓഫ് എ പേഴ്സൺ. അപ്പം ഈ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന് കൊടുത്തു. ഇനി ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ട് തന്നെ ഈ ആരുടെ ഹാൻഡ് റൈറ്റിങ്ങിനാണോ ഈ ഈ കറക്ഷന് വിട്ടത് അയാളുമായിട്ട് ഈ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന് ബന്ധമുണ്ടെങ്കിലോ? അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സച്ച് ഫാക്ട്സ് ആർ റെലവെന്റ്. ഒപ്പീനിയൻ ആസ് ടു ദി ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റിയിട്ടാണെങ്കിൽ ദി ഒപ്പീനിയൻ ഓഫ് ദി ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഇനി ഒരു ഒപ്പീനിയനെ പറ്റി ഒരു ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ വിൽ ബി റെലവെന്റ്. ഒപ്പീനിയൻ ആസ് ടു എക്സിസ്റ്റൻസ് ഓഫ് എനി ജനറൽ റൈറ്റ് ഓർ കസ്റ്റം ഇഫ് ദി പേഴ്സൺ ഗിവിംഗ് ദി ഒപ്പീനിയൻ ഇസ് ലൈക്ലി. ഒക്കെ ഒരു ജനറൽ കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ചിലപ്പോൾ എഴുതി വെച്ചിട്ടുള്ള നിയമമാണെന്നൊന്നുമില്ല, പക്ഷെ കുറേ കാലം ഇമെമ്മോറിയൽ ആയിട്ടുള്ള ടൈം തൊട്ട് തന്നെ ഒരു കാര്യം അങ്ങനെ ഉപയോഗിച്ച് വന്ന് അത് അവിടുത്തെ ഒരു ലോക്കൽ നിയമം പോലെ ആയി. അതാണ് കസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കസ്റ്റത്തിനെ പറ്റിയിട്ടോ ഒരു അങ്ങനത്തെ ഒരു റൈറ്റിനെ പറ്റിയിട്ടോ ഒരു ജനറൽ റൈറ്റിനെ പറ്റിയിട്ടുള്ള ഒക്കെ അവെയർ ആയിട്ടുള്ള ഒരാൾ അതിനെ പറ്റിയിട്ട് കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ ഇസ് റെലവെന്റ് അണ്ടർ സെക്ഷൻ 48. അണ്ടർ സെക്ഷൻ 49 ഒപ്പീനിയൻ ആസ് ടു യൂസേജസ്. ഒരു ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയും യൂസേജിനെയും പറ്റിയിട്ടൊക്കെ ഒരാൾക്ക് സ്പെഷ്യൽ നോളജ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഇപ്പം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരേപോലെ ആയിരിക്കുമോ? അല്ല, പല ഡിസ്ട്രിക്റ്റിന് അവിടുത്തേതായിട്ടുള്ള യൂസേജുകളും വേർഡ്സും വാക്കുകളും ഒക്കെ ഉണ്ടാവില്ലേ? ഇനി ഒപ്പീനിയൻസ് എക്സ്പ്രസ് ബൈ കണ്ടക്ട് ആസ് ദി എക്സിസ്റ്റൻസ് ഓഫ് എനി റിലേഷൻഷിപ്പ് ബൈ പേഴ്സൺസ് ഹാവിംഗ് സ്പെഷ്യൽ നോളജ് ഓൺ ദി സബ്ജക്ട് സെക്ഷൻ 50. അപ്പം ഒരു രണ്ടാൾക്കാരുടെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷനെ പറ്റിയിട്ട് സ്പെഷ്യൽ നോളജ് ഉള്ള
ഒരു ആൾ കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു രണ്ടാൾക്കാർ മാരീഡ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന്, അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് കാലമായിട്ട് അവർ മാരീഡ് ആയിട്ടാണ് വിചാരിച്ചത്, അവരൊരു മാരീഡ് കപ്പിളാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് അവരുടെ ഫ്രണ്ട്സ് കൊടുക്കുന്ന ഒപ്പീനിയൻ, such fact can be made relevant. So facts, next is facts of which no evidence can be given. ഇങ്ങനെ അപ്പം അതായത് ചില ഫാക്ട്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് എന്താ പറയുക, എവിഡൻസ് കൊടുക്കാനായിട്ട് യു കാൺ കമ്പൽ ദി അതർ പേഴ്സൺ. അപ്പം അങ്ങനത്തെ ഫാക്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ വരുന്നതാണ് എവിഡൻസ് ഓഫ് എ ജഡ്ജ് ഓർ മാജിസ്ട്രേറ്റ് ഇൻ റിഗാർഡ് ടു സർട്ടൻ മാറ്റേഴ്സ്. ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ജഡ്ജിൻ്റെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഒക്കെ എവിഡൻസ് അണ്ടർ സെക്ഷൻ 121. പിന്നെ ഒരു മാരേജിൻ്റെ അകത്തുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് അണ്ടർ സെക്ഷൻ 122. ഇനി സ്റ്റേറ്റിൻ്റെ എന്താ പറയുക, സീക്രട്ട് ആയിട്ടുള്ള അഫയേഴ്സ്, സീക്രട്ടീവ് നേച്ചറിലുള്ള അഫയേഴ്സ് അണ്ടർ സെക്ഷൻ 123. ഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അണ്ടർ സെക്ഷൻ 124. സോ ഒരു പോലീസിനോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഒരു റവന്യൂ ഓഫീസറിനോ അങ്ങനെ ഒരു അതോറിറ്റിയിലുള്ള ഏതൊരു ഓഫീസറിനും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ്റെ സോഴ്സ് അണ്ടർ സെക്ഷൻ 125. Then next is the information given to a barrister by a client. ഒരു അഡ്വക്കേറ്റിന് അവരുടെ ക്ലയൻറ്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻ, അത് പ്രൊഫഷണൽ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ, അതിൻ്റെ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സംഷനിൽ വരുന്നതാണ് അണ്ടർ സെക്ഷൻ 126 and 129. സോ ബട്ട് ദിസ് പ്രിവിലേജ്, ഈ പ്രിവിലേജ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് എന്നല്ല, അതായത് ഒരിക്കലും ആ കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക ആരോടും പറയരുത് എന്ന് പറയുന്ന അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രിവിലേജ് അല്ല അത് ആവശ്യമുണ്ടെങ്കിൽ ക്ലയൻറ്റിന് അത് എന്ത് ചെയ്യാം, വേവ് ചെയ്യാം. അതായത് ആരാണോ അത് കൊടുക്കേണ്ടത് അവരുടെ ഇഷ്ടപ്രകാരം, ആരും ഫോഴ്സ് ചെയ്യാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് വേണമെങ്കിൽ ആ ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ്. Next is oral, documentary and circumstantial evidence. As discussed above, all facts except two sections, that is section 56 and 58, which are neither admitted nor are subject to judicial notice, must be proved. അപ്പം സെക്ഷൻ 56ന്റെ അടിയിലും 58ന്റെ അടിയിലും വരുന്നത് എന്താ, ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്, ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ഫാക്ട്സ് പിന്നെ രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ സെക്ഷൻ 56ന്റെയും 58ന്റെയും അടിയിൽ വരുന്നതല്ലാത്ത, ബാക്കി അഡ്മിറ്റ് ചെയ്യാത്ത എല്ലാ ഫാക്ട്സും, അഡ്മിറ്റ് ചെയ്യാത്തതോ ജുഡീഷ്യൽ നോട്ടീസിനോട് സബ്ജക്റ്റ് ആയിട്ടുള്ള ബാക്കി എല്ലാ ഫാക്ട്സും ആർ ടു ബി proved. Next is, however, all facts except contents of documents or electronic records may be. അപ്പം ഇലക്ട്രോണിക് റെക്കോർഡ്സോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ കണ്ടന്റ്സോ അല്ലാത്ത ബാക്കി ഫാക്ട്സ് എല്ലാം ആർ ടു ബി പ്രൂവ്ഡ് ബൈ ഓറൽ എവിഡൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, അണ്ടർ സെക്ഷൻ 59, വിച്ച് മസ്റ്റ് ബി ഡയറക്റ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹിയർസേ അല്ല, അത് ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കണം. ദി ഡയറക്റ്റ് എവിഡൻസ് മീൻസ് ദി എവിഡൻസ് ബൈ ദി പേഴ്സൺസ് ഹു ഹാവ് പെർസീവ്ഡ് ഇറ്റ്. ആരാണോ അത് കേട്ടത്, ആരാണോ അത് കണ്ടത്, ആരാണോ അത് അറിഞ്ഞത്, അവരാണ് എവിഡൻസ് കൊടുക്കേണ്ടത്, വേറെ ആൾക്കാരല്ല. ബട്ട് ഇഫ് എ വിറ്റ്നസ് ഇസ് അനേബിൾ ടു സ്പീക്ക്, ഇനിയിപ്പം ഒരു വിറ്റ്നസ്സിന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഏതൊരു രീതിയിലും ആക്ഷൻസ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്ത് റെപ്രസെൻറ്റേഷൻ കൊണ്ടോ അല്ലെങ്കിൽ എഴുതി കാണിച്ചോ he can give that evidence. That is dealt under section 119. Now, according to section 60, oral evidence must in all cases whatever be direct. That is, if it refers to a fact that could be seen, it must be the evidence of a witness who saw it. കാണാൻ പറ്റുന്ന ഒരു ഫാക്ട് ആണെങ്കിൽ അത് കണ്ടത് ആരാണോ ആ വിറ്റ്നസ് ആണ് കൊടുക്കേണ്ടത്. ഇനി അത് കേൾക്കാൻ പറ്റുന്ന ഒരു ഫാക്ട് ആണെങ്കിൽ അത് കേട്ടത് ആരാണോ ആ വിറ്റ്നസ് ആണ് കൊടുക്കേണ്ടത്. ഇനി ഇഫ് ഇറ്റ് ഇസ് എ ഫാക്ട് ദാറ്റ് could have been perceived by any other senses, such evidence of a witness who says who have perceived, ആരാണോ അത് പെർസീവ് ചെയ്ത് ഏതെങ്കിലും ഒരു സെൻസ് വെച്ച് അത് പെർസീവ് ചെയ്ത ആ വിറ്റ്നസ് ആണ് ആ എവിഡൻസ് കൊടുക്കേണ്ടത്. ആൻഡ് ഇഫ് ഇറ്റ് റെഫേഴ്സ് ടു എൻ ഒപ്പീനിയൻ, അതൊരു ഒപ്പീനിയനെ പറ്റിയിട്ടാണെങ്കിൽ that person who has special knowledge, that person is to give such evidence. Then next is documentary evidence. അപ്പം document എന്ന് പറഞ്ഞാൽ എന്താ? A document means any matter expressed or described upon any substance by means of letters, figures or marks, or by more than one of these means. ഒന്നെങ്കിൽ ലെറ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഫിഗേഴ്സ് പടങ്ങൾ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്സ് ഒക്കെ അല്ലെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ചോ എന്താണ് ഒരു മാറ്റർ റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. സോ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് കോർട്ട് ഇസ് നോൺ ആസ് ഡോക്യുമെന്ററി എവിഡൻസ്. ഒരു കോർട്ടിന്റെ ഇൻസ്പെക്ഷൻ ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിഡൻസ് ആണ് ഡോക്യുമെന്ററി എവിഡൻസ്. അപ്പം സെക്ഷൻ 61 പ്രൊവൈഡ്സ് ദാറ്റ് കണ്ടന്റ്സ് ഓഫ് എ ഡോക്യുമെന്റ് മസ്റ്റ് ബി, ഒരു ഡോക്യുമെന്റ് അക്കോർഡിംഗ് ടു സെക്ഷൻ 61 പ്രകാരം
ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റ്സ് ഒന്നെങ്കിൽ പ്രൈമറി എവിഡൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി എവിഡൻസ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ പ്രൈമറി എവിഡൻസ് എന്താ? പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഇറ്റ് സെൽഫ്, അതായത് അതിന്റെ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള കോപ്പിയാണ് the primary data evidence, and that is dealt under section 62. The rule is that best evidence must be given of which the nature of the case permits has often been regarded as expressing the great fundamental principles upon which the law of evidence depends. Now, what is secondary evidence? Secondary evidence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ generally in the form of compared copies അല്ലെങ്കിൽ certified copies അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് വഴി എടുത്ത ഏതെങ്കിലും ഒരു ആക്യുറസി എൻഷുർ ചെയ്യുന്ന എന്തൊരു കോപ്പീനെയും നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി പ്രോസസ് എന്ന് പറയാം. ഇറ്റ് ഇസ് ഡെൽറ്റ് അണ്ടർ സെക്ഷൻ 63. ഇനി എന്തൊക്കെയാണ് സെക്കൻഡറി എവിഡൻസിന്റെ അടിയിൽ വരിക? സർട്ടിഫൈഡ് കോപ്പീസ് അണ്ടർ ദി പ്രൊവിഷൻസ് ഹിയർ ആഫ്റ്റർ കണ്ടെയ്ൻഡ്. ഒരു പബ്ലിക് ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ ആ ഓഫീസർ അവരുടെ സീൽ വെച്ച് സർട്ടിഫൈ ചെയ്ത് എടുത്തു കൊടുക്കുന്ന കോപ്പിയാണ് എന്ത്? സർട്ടിഫൈഡ് കോപ്പി. Copies made from the original by mechanical process in which themselves ensure the accuracy of the copy and copies compared with such copies. അപ്പം ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് വഴി ഒറിജിനലിൽ നിന്ന് എല്ലാ ആക്യുറസിയും എൻഷുർ ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് എടുക്കുന്ന കോപ്പീസാണ് എന്ത്? that can also be considered as secondary evidence. Copies made or compared from the original, അതായത് ഒറിജിനലോട് കമ്പയർ ചെയ്ത് എടുത്ത കോപ്പീസ്. Counterparts of documents is against the parties who did not execute them. അപ്പം ഈ ഒരു ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്യാത്ത പാർട്ടീസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോപ്പീസ് തന്നെ ആട്ടോ. രണ്ട് പാർട്ടീസ് ഉണ്ടാവുമല്ലോ അത് എക്സിക്യൂട്ട് ചെയ്ത. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യാത്ത പാർട്ടീസിന്റെ പക്കലുള്ള കൗണ്ടർ പാർട്സ്, എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാരുടെ ആ ഒറിജിനൽ ആയിട്ടുള്ള കോപ്പീസ് നിന്ന് എടുത്തിട്ടുള്ള കൗണ്ടർ പാർട്സ്. ഓർ അക്കൗണ്ട്സ് ഓഫ് ദി കണ്ടന്റ്സ് ഓഫ് എ ഡോക്യുമെന്റ് ഗിവൺ ബൈ സം പേഴ്സൺ ഹു ഹാസ് ഹിംസെൽഫ് സീൻ ഇറ്റ്. അപ്പം ഒരു കാര്യം കണ്ട ഒരാള് ഒരു ഡോക്യുമെന്റ്സിന്റെ ഒരു ഡോക്യുമെന്റിനെ പറ്റിയിട്ട് കൊടുക്കുന്ന ഓറൽ അക്കൗണ്ട്സ് ക്യാൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് ഇൻ ദ സെക്കൻഡറി എവിഡൻസ്. ആ ഒരു ഡോക്യുമെന്റ് കണ്ടല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിവുള്ള ഒരാൾ കൊടുക്കുന്ന ഓറൽ അക്കൗണ്ട്സ് ഇസ് ഓൾസോ considered as secondary evidence. A photograph of an original is secondary evidence of its contents, though the two have not been compared. If it is proved that the thing photograph was original, ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഫോട്ടോഗ്രാഫും എന്താണ് അത് ഒറിജിനലിൽ തന്നെ എടുത്തതാണ് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡർഡ് ആസ് in the secondary evidence. Next is electronic records. അപ്പോൾ section 65 clause 1 65 clause B ആണ് electronic records നെ പറ്റിയിട്ട് പറയുന്നത്. So any information contained in electronic record which is printed on a paper, stored, recorded or copied in optical or magnetic media produced by a computer shall also be deemed to be a document if the conditions mentioned in this section are satisfied. അപ്പം ഒരു ഒപ്റ്റിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മീഡിയ കമ്പ്യൂട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒപ്റ്റിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മീഡിയയിൽ സ്റ്റോർ ചെയ്തതോ റെക്കോർഡ് ചെയ്തതോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തതോ ആയിട്ടുള്ള എന്തൊരു സാധനവും ഒരു ഡോക്യുമെന്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഈ സെക്ഷൻ പക്ഷേ ഇറ്റ് ഈസ് വെരി മച്ച് കമ്പൽസറി ദാറ്റ് ദി കണ്ടീഷൻസ് അണ്ടർ ദിസ് സെക്ഷൻസ് ഇസ് ടു ബി കംപ്ലൈഡ് വിത്ത്. ഓക്കെ, അങ്ങനെ കംപ്ലൈ ചെയ്താൽ മാത്രമേ അതൊരു പ്രൊസീഡിങ്സിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ വിത്തൗട്ട് ഫർദർ പ്രൂഫ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദി ഒറിജിനൽ. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡ്സ് വേറെ പിന്നെ ഒറിജിനലിന്റെ പ്രൂഫ് ഒന്നും ഇല്ലാതെ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അത് അഡ്മിസിബിൾ ആണ്. സോ നെക്സ്റ്റ് ഇസ് എസ്റ്റോപ്പൽ. എന്താണ് എസ്റ്റോപ്പൽ? നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഫാക്റ്റിൽ നിന്ന് പിന്നെ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നതിനെ നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിളാണ് എസ്റ്റോപ്പൽ. സെക്ഷൻ 151 ആണ് എന്ത് എസ്റ്റോപ്പൽ ഡിഫൈൻ ചെയ്യുന്നത്. അതിപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എന്ന് പറഞ്ഞു അതെൻ്റെ വീടല്ല എന്ന് ഞാനിന്ന് ഒരു കോർട്ടിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റിൻ്റെ മുന്നിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. നാളെ എനിക്ക് പോയി പറയാൻ പറ്റില്ല അത് എൻ്റെ വീടാണെന്ന്. കാരണം the statement which I made yesterday is stopping me from making a statement which is contrary to the statement which I've already made. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന് കോൺട്രറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിന് I have a bar of estoppel. Okay, അപ്പം so it is based on the maxim allegans contraria non est
audientis. That is, a person alleging contrary fact should not be heard. Contrary ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്നും ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്നിപ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ കോടതിക്ക് സമയമുണ്ടോ? അപ്പോൾ ഇല്ല, പറ്റില്ല. അപ്പോൾ there are different kinds of estoppel. Estoppel by attestation. ഇപ്പോൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്തൊരു കാര്യം, ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അറ്റസ്റ്റ് ചെയ്യുന്നൊരു കാര്യം പിന്നെ നാളെ എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. എസ്റ്റബിൾ ബൈ കോൺട്രാക്ട്. ഞാനൊരു കോൺട്രാക്റ്റിൽ ടേംസിനോടൊക്കെ എഗ്രി ചെയ്ത് ഞാൻ കയറിയൊരു കാര്യം നാളെ പോയിട്ട് എനിക്ക് ഇല്ല, ഞാൻ ഇതിനോട് ഐ ഡു നോട്ട് എഗ്രി ടു ദിസ് എനിക്ക് പറയാൻ പറ്റില്ല. കൺസ്ട്രക്റ്റീവ് എസ്റ്റോപ്പൽ ബൈ എലക്ഷൻ. അതായത് എസ്റ്റോപ്പൽ ബൈ എലക്ഷൻ, അതായത് ഒരു കാര്യത്തിന്റെ പേരിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓപ്ഷന്റെ പേരിൽ എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജസ് പിന്നെ നാളെ അതിന്റെ കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഒരു പ്രോപ്പർട്ടി എനിക്ക് ഇൻഹെറിറ്റ് ചെയ്തു, എൻ്റെ പേരൻസിൽ നിന്ന് എനിക്കൊരു പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്തു. പക്ഷെ അതിന്റെ മേളിലൊരു ലോൺ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല ആ പ്രോപ്പർട്ടീൻ്റെ പ്രിവിലേജ് എനിക്ക് എൻജോയ് ചെയ്യാൻ വേണം, പക്ഷെ ആ ലോണിന്റെ പൈസ എനിക്ക് അടയ്ക്കാനും പറ്റില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു പ്രോപ്പർട്ടി എനിക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്ഷൻ വഴി എനിക്ക് കിട്ടിയതാണ്. പക്ഷെ പിന്നെ അതിൻ്റെ അകത്ത് ലോൺ എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ എനിക്കൊരു ബന്ധമില്ല. പ്രോപ്പർട്ടി എടുത്തിട്ട് അതിൻ്റെ മേലെയുള്ള ചാർജ് പറ്റില്ല, അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ല. അതിന് എസ്റ്റോപ്പൽ ഉണ്ട്. സോ ഇക്വിറ്റബിൾ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു എന്താ പറയാ, ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ അത് ഡിനൈ ചെയ്യാൻ നമുക്ക് വി ഡോണ്ട് ഹാവ് ദറ്റ് സ്കോപ്പ്. നെക്സ്റ്റ് എസ്റ്റോപ്പൽ ബൈ ഇത് നെഗ്ലിജൻസ് ആണ് കേട്ടോ. നമ്മുടെ നെഗ്ലിജൻസ് വഴി വന്നൊരു കാര്യം പിന്നെ നമുക്ക് നാളെ പോയിട്ട് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എസ്റ്റോപ്പൽ ബൈ സൈലൻസ് കൊണ്ട് ഞാനിങ്ങനെ എന്താ പറയുക, അത് ഓക്കെ എന്ന് പറഞ്ഞ് ആ ഒരു സമയം ഞാൻ ഓക്കെ ഐ അഗ്രി ടു ഇറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പിന്നെ നാളെ ഐ കാൺട്ട് ഗോ ആൻഡ് ഡിനൈ ദറ്റ് ഫാക്ട്. So next is some practical questions. So there are some blank spaces in the document executed by Ali and Baba. അലിയും ബാബയും എക്സിക്യൂട്ട് ചെയ്ത ഡോക്യുമെന്റിൽ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്. ഇൻ എ സ്യൂട്ട് ഫൈൽഡ് ബൈ അലി ഓൺ ദി ബേസിസ് ഓഫ് ദാറ്റ് ഡോക്യുമെന്റ്, അലി വോണ്ട് ടു ഗിവ് എവിഡൻസ് ടു ഷോ ദി കോഡ് ദാറ്റ് വാട്ട് പാർട്ടി ഈസ് ഇന്റൻഡഡ് ടു റൈറ്റ് ഇൻ ദി ബ്ലാങ്ക് സ്പേസസ്. Will he be permitted to do so? No. According to the provisions of Section 93 to the Indian Evidence Act, patent ambiguities in the instrument cannot be removed by extraneous evidence. അതായത് അലിയും ബാബയും കൂടെ ഒരു ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്തത്, അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ ബ്ലാങ്ക് സ്പേസസ് ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഈ ഡോക്യുമെന്റ് ബേസിസിൽ അലി ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. എന്നിട്ട് അലി പറയാ, ഈ ബ്ലാങ്ക് സ്പേസിൽ ഈ പാർട്ടീസ് എന്തായിരുന്നു ഫിൽ ചെയ്യാൻ ഇന്റന്റ് ചെയ്ത്, എന്താണോ അവർ ഫിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെന്നുള്ള കാര്യം കാണിക്കാനായിട്ട് എവിഡൻസ് കൊടുക്കാമെന്ന് അലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ്. ബിക്കോസ് ഒരു ഡോക്യുമെന്റിൽ അപ്പാരന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ ഫേസിലുള്ള ആംബിക്വിറ്റീസ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പുറത്തുനിന്ന് വേറെ എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ദാറ്റ് ആംബിക്വിറ്റി ഈസ് വെരി അപ്പാരന്റ് ഇൻ ദി ഡോക്യുമെന്റ്. സോ അങ്ങനെ പേറ്റന്റ് ആയിട്ടുള്ള ആംബിക്വിറ്റി വെറുതെ പുറത്തുനിന്ന് എക്സ്ട്രാനിയസ് ആയിട്ടുള്ള എവിഡൻസ് കൊടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് അലൗഡ് അണ്ടർ Section 93 of the Indian Evidence Act. So next is Bablu borrowed ₹5,000 from Shambhu, which was recorded on a printed paper and stored in computer as the computer output. After some time, Shambhu demanded money from Bablu, which the latter refused to pay. Shambhu filed a suit for recovery of money from Bablu on the basis of the computer records. Whether the court can treat this as sufficient proof for granting relief to Shambhu against Bablu under the Indian Evidence Act. And Section 65A of the Indian Evidence Act provides that contents of electronic documents may be proof in accordance with the provisions of Section 65B. Shambhu can file a suit for recovery of money from Bablu on the basis of computer record which is admissible under the Indian Evidence Act. Okay, അപ്പോൾ ഇതിൻ്റെ അകത്ത് ബബ്ലു ശംഭുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു 5,000 രൂപ കടം വാങ്ങി. അപ്പം ശംഭു എന്ത് ചെയ്തു, ആ സമയത്ത് തന്നെ കമ്പ്യൂട്ടറിൽ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള പേപ്പർ സ്റ്റോർ ചെയ്തു ഇതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട്. കുറച്ച് കാലം കഴിഞ്ഞ് ശംഭു പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ബബ്ലു എന്ത് പറഞ്ഞു, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെന്റ് വെച്ചിട്ട് ബബ്ലുവിന് മണി റിക്കവർ ചെയ്യാനായിട്ട് ഒരു സ്യൂട്ട് കൊടുക്കാൻ പറ്റുമോ? Section 65B അടിയിൽ എന്താണ്, ഇലക്ട്രോണിക് റെക്കോർഡ്സ്, എല്ലാ കണ്ടീഷൻസും കംപ്ലൈ ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്താണ്, ഇറ്റ് ഈസ് ആൻ അഡ്മിസിബിൾ എവിഡൻസ്. സോ ഇൻ ദിസ് ഇൻസ്റ്റന്റ് കേസ് that particular record or receipt that was stored in Shambhu's computer can be used as an evidence to recover the money from Bablu. Next is Amar agrees in writing to sell a horse for Bijoy for ₹2,000 or ₹3,000. Can evidence to be given
ടു ഷോ വിച്ച് പ്രൈസ് വാസ് ഗിവൺ ഈ എഗ്രിമെന്റ് കൊണ്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഡോക്യുമെന്റ് തന്നെ ഡിഫക്റ്റീവ് ആണ്, ഡോക്യുമെന്റ് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഒന്നെങ്കിൽ 2000 അല്ലെങ്കിൽ 3000. എന്താണിത്? 2000 ആണോ 3000 ആണോ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി വേണ്ടേ? അപ്പൊ ഡോക്യുമെന്റ് ഇറ്റ് സെൽഫ് ഇസ് ആംബിഗ്വസ് ആൻഡ് ഹെൻസ് ഇറ്റ് കനോട്ട് be accepted as an evidence to show ഏത് പൈസക്കാണ് കൊടുത്തതെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് ദിസ് ഡോക്യുമെന്റ് cannot be used as an evidence. Anurag intentionally and falsely leads Banu to believe that certain land belongs to Anurag and thereby induces Banu to buy and pay for it. The land afterward becomes a property of Anurag. Anurag seeks to set aside the sale and on the ground that at the time of sale he had no title decide. Anurag cannot be allowed to prove his want of title. Here, doctrine of estoppel will apply. The doctrine of estoppel is contemplated under Section 115 of the Act, Indian Evidence Act says, when a person has by his declaration, act or omission intentionally caused or permitted another person to believe a thing to be true and to act upon such belief, neither he nor his representative shall be allowed in any suit or proceeding between himself and such other person or his representative to deny the truth of that thing. Okay. അപ്പം അനുരാഗ് ഭാനുവിനോട് പറഞ്ഞു ഈ പ്രോപ്പർട്ടി എൻ്റെ ആണെന്ന് തെറ്റായി പറഞ്ഞ് ഭാനുവിനെ കൊണ്ട് ആ പ്രോപ്പർട്ടി മേടിപ്പിച്ചു. ലേറ്റർ പിന്നീട് അനുരാഗ് ആ പ്രോപ്പർട്ടി അനുരാഗിന്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു. അങ്ങനെ വന്നു ചേർന്നപ്പോൾ അനുരാഗ് എന്ത് ചെയ്തു? ഭാനുവിന് അഗൈൻസ്റ്റ് കേസ് കൊടുത്തു. അതായത് അന്ന് ഭാനു മേടിച്ച സമയത്ത് ഇയാൾക്ക് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ആ പ്രോപ്പർട്ടീന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് അനുരാഗ് എന്ത് ചെയ്തു? കേസ് കൊടുത്തു. അപ്പം ഈ കേസിൽ ആ കേസ് സസ്റ്റെയിൻ ചെയ്യോ? ഇല്ല. കാരണം ഇവിടെ ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പിൽ അപ്ലൈ ചെയ്യും. ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പിൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ആക്ടോ അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനോ അല്ലെങ്കിൽ ഒരു ഒമിഷനോ വെച്ച് വേറൊരാളോട് ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലേറ്റർ വി കാൺ ഡീവിയേറ്റ് ഫ്രം ദാറ്റ് ആക്ട്. അപ്പം ഇത് എസ്റ്റോപ്പിലാണ്. അപ്പം ഫേസ്റ്റ് അനുരാഗ് അയാളുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഭാനുവിനെ കൊണ്ട് മേടിപ്പിച്ചത്. അപ്പൊ പിന്നീട് അയാൾക്ക് അന്ന് അതിന്റെ പ്രോപ്പർട്ടി അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ പ്രോപ്പർട്ടി തിരിച്ച് റിക്കവർ ചെയ്യിക്കാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് ബാർ ഓഫ് എസ്റ്റോപ്പിൾ there. Next, Anand on his trial for murder of Chanchal, there is evidence to show that Chanchal was murdered by Anand and Birender and that Birender said Anand and I murdered Chanchal. Can the court take into consideration the statement against Anand? This state will your reply be different in the case if the case there is a joint trial against and then okay. അപ്പം ഇതില് ചഞ്ചലിന്റെ മരണത്തിന് വേണ്ടിയിട്ട് ആനന്ദ് ട്രയലിലാണ്. ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പോ ബിരേന്ദർ എന്ന് പറഞ്ഞ ഒരാൾ ഇയാളിപ്പോ പിക്ചറിലില്ല. അപ്പം ആനന്ദ് പറയാണ് ഞാനും ബിരേന്ദറും കൂടെയാണ് അപ്പം സോറി അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പൊ ബിരേന്ദർ പറഞ്ഞു ആനന്ദും ഞാനും കൂടെ ഒന്നിച്ചാണ് ചഞ്ചലിനെ കൊന്നതെന്ന് ബിരേന്ദർ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ആനന്ദിനെ ലയബിൾ ആക്കാൻ പറ്റുമോ? ഇല്ല. കൺഫെഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, കൺഫെഷൻ is good only against the maker of the confession unless the two persons are jointly tried. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ആനന്ദും ബിരേന്ദറും ഒന്നിച്ചാണോ ട്രൈ ചെയ്യുന്നത്? ഇല്ല. രണ്ടുപേരും ഒന്നിച്ചല്ല ട്രൈ ചെയ്യുന്നത്, ഒന്നിച്ചാണ് ജോയിന്റ്ലി ആണ് ട്രയൽ നടത്തുന്നതെങ്കിൽ ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് അഗൈൻസ്റ്റ് ദി അതർ പേഴ്സൺ ഓൾസോ. അപ്പം ഇതിൽ രണ്ടുപേരും ഒന്നിച്ചല്ല ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു റീസൺ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കൺസിഡറേഷനിൽ വരില്ല. അമർ ആൻഡ് ബിമൽ ആർ ജോയിന്റ്ലി ട്രൈഡ് ഫോർ മർഡർ ഓഫ് റോഷൻ. ഇറ്റ് ഈസ് പ്രൂഫ് ദാറ്റ് എമാസഡ്. അപ്പം ഈ കേസിൽ അമലും ബിമലും ഒന്നിച്ചാണ് ട്രൈ ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിൽ അമർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് can be considered against Bimal. Okay. An accused person makes a confessional statement to the police officer in the hearing and in presence of a private person. Can the private person give evidence of the confessional statement made by the accused so as to be proved against the accused? പറ്റുമോ? ഇല്ല, പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോലീസ് ഓഫീസറിന് കൊടുക്കുന്ന കൺഫെഷൻ എന്ന് പറയുന്നത് കൺഫെഷൻ അല്ല. ഇപ്പം മജിസ്ട്രേറ്റിന്റെ പ്രസൻസ് ഇല്ലാതെ ഒരു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വേറെ ഏതൊരാൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ദാറ്റ് cannot be considered as a confession. Next is Ratan is charged with forging a particular document. ഒരു particular document forge ചെയ്യുന്നതിന് Ratan is charged. The prosecution produces in evidence a number of documents apparently forged found in possession of the accused. Are these documents admissible in evidence? Okay. ഇത് റെലവെന്റ് അല്ലേ?
നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഏതിൻ്റെ അടിയിലാണ്, സെക്ഷൻ 6 അടിയിൽ റെസ്റ്റ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ പാർട്ടായിട്ട് ഫോം ചെയ്യുന്ന ചെയിൻ ഓഫ് ട്രാൻസാക്ഷൻസ്, ആ ഒരു ചെയിൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഫോമിങ് എ പാർട്ട്. അപ്പം ഓൾ ദി അതർ ഫാക്ട്സ് വിച്ച് ആർ റെലവെൻറ്റ് ടു ദാറ്റ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷന് റെലവെൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും ക്യാൻ ബി കൺസിഡേർഡ്. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ഫോർജ് ചെയ്തു. അപ്പം ഇതിൻ്റെ കൂടെ ഫോർജ് ചെയ്ത വേറെ ഒന്നിച്ച് ഇയാൾ തന്നെ ഫോർജ് ചെയ്ത വേറെ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഫോംസ് a part of all of the relevant facts can be considered as a part of a transaction. Appam with when the answer നോക്കാം, section 6 of the Indian Evidence Act provides that facts which though not an issue are so connected with the fact and issue as to form of the same transaction are relevant whether they are occurred at same time and place at different time of different places. ഒരേ സമയത്ത് ഒരേ സ്ഥലത്താണ് കിട്ടിയതെങ്കിലും ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് പ്ലേസസ് നിന്നാണ് കിട്ടിയെങ്കിലും they form part of a relevant transaction. In the present problem, facts and number of false documents and found in the possession of the accused are not so connected to form part of a same transaction. Thus, documents found in the possession of the accused are not admissible in evidence. ഈ കേസിൽ കിട്ടിയ ഡോക്യുമെന്റ്സ് ഒക്കെ ഒരേ സ്ഥലത്ത് പൊസിഷൻ്റെ അക്യൂസിൻ്റെ പൊസിഷനിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അക്യൂസിൻ്റെ പൊസിഷനിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ അത് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അക്യൂസിൻ്റെ ഒരു സെയിം ഒരേ, അതായത് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ്ഡ് ഡോക്യുമെന്റിന്റെ പാർട്ട് ഫോം ചെയ്യാനായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഫോം പാർട്ട് ഓഫ് റെസ്റ്റ് സ്റ്റേ. അതൊരു സെയിം ട്രാൻസാക്ഷൻ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇൻ ദിസ് കേസ് ദ ഡോക്യുമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദി പൊസിഷൻ ഓഫ് ദി അക്യൂസ്ഡ്. അങ്ങനെ ഒരു റെസ്റ്റ് സ്റ്റേന്റെ ഫോമായിട്ട് റെസ്റ്റ് സ്റ്റേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി അഡ്മിസ്ഡ് ആസ് എവിഡൻസ്. Next is electronic evidence അല്ലെങ്കിൽ e-evidence. We've already discussed. Any information contained in an electronic record which has been stored, recorded or copied in a computer output shall also be deemed as a document and shall be admissible as evidence without further proof of production of originals if the conditions mentioned are satisfied. നമ്മൾ already പഠിച്ചാണ്. Section 65B clause 2 lays down the criteria that must be satisfied for the information to be categorized as a കമ്പ്യൂട്ടർ ഔട്ട്പുട്ട്. അപ്പം ഫർദർ ഒരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സും എന്താണ്, ഒരു ഡോക്യുമെന്റ് ആണ്. ഫർദർ ഒരു ഒറിജിനലിന്റെ ആവശ്യമില്ലാതെ തന്നെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ക്യാൻ ബി അഡ്മിസിബിൾ ഫോർ ദി കോർട്ട്. പക്ഷേ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതൊരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ആയിരിക്കണം ആസ് പെർ സെക്ഷൻ 65B clause 2. ഇനി നമുക്കൊരു സുപ്രീം കോർട്ടിൻ്റെ ഒരു ലാൻഡ്മാർക്ക് കേസിലുണ്ടായിട്ടുള്ള ഒരു ഡിസിഷൻ നോക്കാം. Arjun versus Kailash. So in Arjun, Pandit Rao Kotkar versus Kailash Kushan Rao Gorantoyal on 14 July 2020, the Supreme Court, the court had to adjudicate on an election petition which challenged the election of candidate from Jalna 101 Legislative Assembly constituency on the ground that the nomination papers were filed after the stipulated deadline. The respondent wished to rely on a video camera recordings to prove that the candidate had filed his nomination after the stipulated deadline. The Election Commission produced CDs which contained a copy of the video camera recordings in accordance with the direction given by the High Court. However, the necessary certificates were not produced in accordance with section 65B clause 4 of the Election Commission despite multiple requests made by the petitioner. During the cross-examination, an officer of the Election Commission testified that the video recordings were authentic. Based on his testimony, the High Court admitted the evidence of the video recordings even though the certificate in accordance with section 65B had not been produced. The High Court held that it was satisfied there was a substantial compliance with section 65B as competent officer has testified in the video recordings were authentic. അപ്പം ഇതിൻ്റെ അത് ജൽന 101 ലെജിസ്ലേറ്റീവ് അസംബ്ലിന്ന് ഇലക്ഷൻ മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ പേപ്പേഴ്സ് നോമിനേഷൻ പേപ്പേഴ്സ് ഫയൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ എവിഡൻസ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് കാണിച്ചിരുന്നത് ഒരു വീഡിയോ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പം അവർ വീഡിയോ റെക്കോർഡിംഗ് കാണിച്ചുകൊണ്ട് ഒരു CD പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ സെക്ഷൻ 65ൻ്റെ ബീൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞു certain conditions have to be complied with in order to admit electronic evidence. Electronic evidence കോർട്ടിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച്
പ്രൊവിഷൻസ്, അതായത് കുറച്ച് കണ്ടീഷൻസ് കംപ്ലൈ ചെയ്യണം. ഇവർ സി ഡി പ്രൊഡ്യൂസ് ചെയ്തതല്ലാതെ സി ഡിൻ്റെ കൂടെ ആവശ്യമുള്ള നെസസറി സർട്ടിഫിക്കറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തില്ല. കുറേ റിക്വസ്റ്റ് പെറ്റീഷനേഴ്സ് കുറേ റിക്വസ്റ്റ് ഉണ്ടാക്കിയിട്ടും അവർ ദേ ഡിഡ് നോട്ട് സബ്മിറ്റഡ്. പക്ഷേ ക്രോസ് എക്സാമിനേഷൻ്റെ സമയത്ത് നിന്ന് ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഓഫീസർ എന്ത് ചെയ്തു, അയാൾ വന്ന് ടെസ്റ്റിഫൈ ചെയ്തു. അതായത് ഈ ഇലക്ട്രോണിക് റെക്കോർഡിൽ, ഈ വീഡിയോ റെക്കോർഡിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഒതന്റിക് ആണെന്ന് ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ടെസ്റ്റിഫൈ ചെയ്തത് കൊണ്ട് തന്നെ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദാറ്റ് സർട്ടിഫിക്കറ്റ് such evidences were made admissible for the court of law. So next, it was also agreed that with the view taken in Anwar versus Bashir, which held that section 65B is a complete code in itself for the admissibility of electronic evidence that shall not be affected by other provisions of Evidence Act. അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ അഡ്മിസിബിലിറ്റിനെ പറ്റിയിട്ട് പറയുന്ന ഏറ്റവും കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 65B. സെക്ഷൻ 65B ഇൻ ഇറ്റ് സെൽഫ്, സെക്ഷൻ 65B എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് കോഡ്. അതായത് ഇലക്ട്രോണിക് എവിഡൻസിനെ പറ്റിയിട്ട് മൊത്തം സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കോഡാണ് സെക്ഷൻ 65B. സോ ഇഫ് എനി അതർ പ്രൊവിഷൻസ്, എവിഡൻസ് ആക്ടിൽ തന്നെ വേറെ ഏതൊരു പ്രൊവിഷൻസും സെക്ഷൻ 65B-നോട് എഫക്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് it was also held in the case of Anwar versus Bashir that if an electronic record as such is used in primary evidence under section 62 of the Evidence Act, the same is admissible in evidence without compliance with the section 65B of the Act. അതായത് സെക്ഷൻ 62-ൻ്റെ അടിയിൽ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ അതിന് സെക്ഷൻ 65B-ൻ്റെ അടിയിലുള്ള കംപ്ലയൻസിൻ്റെ ആവശ്യമില്ല. Justice Nariman clarified that this dictum should be read by omitting the words under section 62 of the Evidence Act. This is because section 65B is a complete code for the electronic evidence. It shall supersede other provisions such as section 62. അപ്പം ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 65B എന്ന് പറയുന്നത് തന്നെ ഒരു കംപ്ലീറ്റ് കോഡാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രൊവിഷൻ വായിക്കുമ്പോൾ ജസ്റ്റിസ് നരിമാൻ ക്ലാരിഫൈ ചെയ്തു, ആ ഒരു ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അണ്ടർ സെക്ഷൻ 62 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുള്ളൊരു കാര്യം കട്ട് ചെയ്തിട്ട് വേണം നമ്മളത് വായിക്കാൻ. കാരണം സെക്ഷൻ 62-ഉം സെക്ഷൻ 65B-യും തമ്മിലൊരു കോൺട്രവേഴ്സി വരികയാണെങ്കിൽ അവിടെ സെക്ഷൻ 65B ആയിരിക്കും സൂപ്പർസീഡ് ചെയ്യുക സെക്ഷൻ 62-ൻ്റെ മേലെ. Okay, so it was implied here that it is not necessary to refer to section 62 as section 65 clause B clause 1 itself distinguishes between the original electronic record and the secondary copies of electronic record. അപ്പം ഒറിജിനൽ ഇലക്ട്രോണിക് റെക്കോർഡ് ഏതാണ്, സെക്കൻഡറി കോപ്പീസ് ഏതാണ്, സെക്ഷൻ 65B clause 1 തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ സെക്ഷൻ 62-ൽ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. Now let's discuss about the difference between admission and confession. അഡ്മിഷനും കൺഫെഷനും തമ്മിലുള്ള 5 മേജർ ഡിഫറൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അഡ്മിഷനും കൺഫെഷൻ അല്ല, പക്ഷെ എല്ലാ കൺഫെഷനും എന്താണ്, അഡ്മിഷൻ ആണ്. അപ്പം അഡ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഓറൽ, പക്ഷെ കൺഫെഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് ടു ബി സൈൻഡ് ബൈ ദി പാർട്ടി ഹു മെയ്ഡ് ദി കൺഫെഷൻ. മാജിസ്ട്രേറ്റ് അത് റെക്കോർഡ് ചെയ്ത് അത് ആരാണോ ഉണ്ടാക്കിയ ആ പാർട്ടി അത് സൈൻ ചെയ്യണം. അപ്പം അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ സിവിൽ കേസസിലും വരാം, ക്രിമിനൽ കേസസിലും വരാം, പക്ഷെ കൺഫെഷൻ വിൽ ഓൺലി ബി മെയ്ഡ് ഇൻ ക്രിമിനൽ കേസസ്. അപ്പം അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ എനി പേഴ്സൺ. സെക്ഷൻ 18 to 20-ൻ്റെ അടിയിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഏതൊരാൾക്കും അഡ്മിഷൻ മേക്ക് ചെയ്യാം. പക്ഷെ കൺഫെഷൻ എന്ന് പറയുന്ന ആരാണ് അക്യൂസ്ഡ് ആണ് കൺഫെഷൻ പറയാം. സോ അഡ്മിഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ വോളണ്ടറി ആവാം, വോളണ്ടറി ആവാതിരിക്കാം. പക്ഷെ കൺഫെഷൻ എന്ന് പറയുന്നത് കൺഫെഷൻ ആരും ഒരിക്കലും ഇൻഡ്യൂസ് ചെയ്ത് പറയിപ്പിക്കുന്നതാവരുത്. കൺഫെഷൻ ഷുഡ് ഓൾവേസ് ബി വോളണ്ടറി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് law of evidence, law relating to evidence in Indian Evidence Act. Thank you.